ദാമ്പത്യം. രചന, അവതരണം മൈഥിലി മിത്ര. ഭാഗം 9. പൂജ എന്ത് പണിയായി കാണിച്ചത്? കൊച്ചു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പെരുമാറുമോ? തത്തയെ നെഞ്ചോട് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് രാധ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. അവരിലിപ്പോൾ 2 ഭാവങ്ങളായിരുന്നു. ഒന്ന് തത്തയോടുള്ള അകമഴിഞ്ഞ വാത്സല്യവും മറ്റൊന്ന് പൂജയോടുള്ള ദേഷ്യവും വെറുപ്പും. രാധയുടെ മുഖം ഇപ്പോൾ ചോര തൊട്ടെടുക്കുവാൻ പാകത്തിൽ ചുവന്നിരുന്നു. എപ്പോഴും സൗമ്യതയോടെയും പുഞ്ചിരിയോടെയും എല്ലാവരോടും സംസാരിക്കുന്ന കാവുമ്പാട്ടമ്മയുടെ മറ്റൊരു ഭാവം കണ്ട് അവിടെ ഇരുന്ന എല്ലാവരും ഒന്ന് പേടിച്ചുപോയി. അത് പിന്നെ മോൾ അറിയാതെ ചെയ്തതായിരിക്കും രാധേ. അവളുടെ പപ്പിയെ ആരും തൊടുന്നത് പണ്ടേ അവൾക്കിഷ്ടമില്ല, അതാ. യശോദ അപ്പോഴേക്കും സ്വന്തം മകളുടെ രക്ഷയ്ക്കായി എത്തിയിരുന്നു. അതുകൊണ്ട് എന്താണ് യശോദേ? പൂജയ്ക്ക് 10-25 വയസ്സ് പ്രായമില്ലേ? ഒരു കുഞ്ഞു കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവൾക്ക് ഇനിയും അറിയില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? രാധ അവരോട് ഇത്തിരി നീരസത്തോടെ തന്നെ സംസാരിച്ചു. തത്തേ മോളെ. അപ്പോഴേക്കും ദേവികയും നീലിമയും ജിത്തും കൂടി അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. അവിടെ നടന്ന ദൃശ്യങ്ങൾ അവരെ അത്രത്തോളം ഭയപ്പെടുത്തി എന്ന് വേണം പറയുവാൻ. രാധയുടെ മടിയിൽ ഇരുന്നു കൊണ്ട് വിതുമ്പിക്കരയുന്ന കുഞ്ഞിപ്പെണ്ണായിരുന്നു അവരിൽ ഏറ്റവും സങ്കടം നിറച്ചത്. അമ്മേ, ഞാനൊന്നും ചെയ്തില്ല, ഈ ആൻറ്റി മോളെ വഴക്ക് പറഞ്ഞു. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ആ പാവം കുഞ്ഞ് ദേവികയുടെ കയ്യിലേക്ക് ചാടിക്കയറി. സാരമില്ല, പോട്ടെ, അമ്മ വന്നില്ലേ, ഇനി എന്താ? ദേവി കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു. അവൾക്കുള്ളിൽ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കണ്ണുനീര് അവളെ അത്രമേൽ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. സാരമില്ല മോളെ, കരയല്ലേടാ, മുത്തശ്ശി മോൾക്ക് നല്ലൊരു പപ്പിയെ വാങ്ങിത്തരൂലേ? അവളുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ രാധ അപ്പോഴേക്കും കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവൾക്കരികിലേക്ക് ചെന്ന് നിന്നു. തത്തെ, കരയാതെ മോനെ, ദേ നീ കരയുന്ന കണ്ടിട്ട് മുത്തശ്ശി കരയുന്നു. നീലിമ അങ്ങനെ പറഞ്ഞത് മാത്രമേ കേട്ടുള്ളൂ. അപ്പോഴേക്കും ഏങ്ങലടി നിയന്ത്രിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് അവളുടെ അമ്മയുടെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി എല്ലാവരെയും നോക്കി. അച്ചോടാ, മുത്തശ്ശൻ്റെ കുഞ്ഞിപ്പെണ്ണ് കരയുന്ന കാണാൻ ഒരു രസവും ഇല്ല. അന്തരീക്ഷം ശോകമായെന്ന് കണ്ടതും വിഷുവും അവിടെ നിന്ന് എഴുന്നേറ്റ് തത്തയുടെ അരികിലേക്ക് ചെന്നിരുന്നു. എല്ലാവരുടെയും സങ്കടത്തോടെയുള്ള മുഖം കണ്ടതും തത്ത പൊടുന്നനെ അവളുടെ കവിളിൽ കൂടി ഒലിച്ചിറങ്ങിയ കണ്ണുനീര് തുടച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അടിപൊളി, അല്ലേലും ചിത്തങ്കളിൻ്റെ തത്തമോള് പുലിക്കുട്ടിയാ അല്ലേടി പൊന്നെ? ദേവികയുടെ കയ്യിൽ നിന്നും അവളെ വാങ്ങിയിട്ട് കുഞ്ഞിൻ്റെ മുഖം മുഴുവൻ 100 ഉമ്മകൾ നൽകിയവൻ. ഇക്കിളി പൂണ്ട കുഞ്ഞ് പൊടുന്നനെ പൊട്ടിച്ചിരിച്ചു. അവളുടെ കൊഞ്ചിയുള്ള ചിരി കണ്ടതും ചുറ്റും കൂടി നിന്നവരുടെ മനസ്സും കുളിർന്നു. ഇതാരുടെ കുഞ്ഞാ വിശ്വ? മകൾ ചെയ്തത് തെറ്റാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സുരേന്ദ്രൻ തന്നെ കൂട്ടുകാരനോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു. ഇത് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന ആൾക്കാരാണ്. നീലിമയുടെ കൂട്ടുകാരി, പേര് ദേവിക, നമ്മുടെ മഠത്തിലെ സ്കൂളിലെ ടീച്ചറാണ്. ഇതവരുടെ മോള് വൈഷ്ണവി നന്ദ, ഞങ്ങളുടെ എല്ലാവരുടെയും തത്തമോള്. കുഞ്ഞിനെ നോക്കി വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ തഴുകിയിട്ട് വിശ്വം അയാളുടെ കസേരയിൽ വന്നിരുന്നു. അതെയോ, ഞാൻ വിചാരിച്ചു നീലിമയുടെ വീട്ടിൽ നിന്നും വന്ന ഏതെങ്കിലും ബന്ധുവായിരിക്കുമെന്ന്. ഗസ്റ്റ് ഹൗസിൽ വാടകയ്ക്ക് താമസിക്കുന്നവരുടെ കുഞ്ഞിനെ ഇത്രമേൽ പുന്നാരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന അർത്ഥത്തിൽ യശോദ അപ്പോഴേക്കും മുഖം വീർപ്പിച്ചിരുന്നു. അതിപ്പോൾ ബന്ധുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളോട് മര്യാദ കാണിക്കാൻ പറ്റുള്ളൂ യശോദാൻ്റി. അവരുടെ സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ നീലിമ അവരോട് ഒട്ടൊരു നീരസത്തോടെ ചോദിച്ചു. യശോദ പിന്നീടൊന്നും സംസാരിച്ചില്ല. അവർ നിശബ്ദയായി തന്നെ ഇരുന്നു. പക്ഷേ ഇതിനെയെല്ലാം കാരണമായവൾ തൻ്റെ മടിയിലിരിക്കുന്ന പപ്പിയെയും കളിപ്പിച്ചുകൊണ്ട് അപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് കാവുമ്പാട്ടെ വീട്ടുകാരെ എല്ലാവരെയും അമ്പരപ്പിച്ച കാര്യം. ദേവി, കുഞ്ഞിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് പൊയ്ക്കോളൂ. മോളെ നീലിമേ, നീ ഇവരുടെ കൂടെ ചെല്ല്. വീട്ടിൽ വന്നിരിക്കുന്ന അതിഥികളുടെ മുഖം ഇനിയും കറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ രാധ അവരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുവാനായി നിർദ്ദേശിച്ചു. ശരി രാധമ്മേ. പെട്ടെന്ന് തന്നെ ദേവിക ജിത്തിൻ്റെ കയ്യിൽ നിന്ന് മോളെ വാങ്ങി ശേഷം കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് പതിയെ നടന്നു. അവൾക്ക് പിന്നിലായി നീലിമയും അവളെ അനുഗമിച്ചു. പക്ഷേ കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണുകൾ അപ്പോഴും പൂജയുടെ മടിയിലിരിക്കുന്ന പപ്പിയുടെ നേർക്കായിരുന്നു എന്നത് മറ്റൊരു സത്യം. ജിത്തേ. പൊടുന്നനെ വീടിൻ്റെ ഉമ്മറത്തു നിന്നും ദേഷ്യത്തോടെയുള്ള ഒരുവൻ്റെ വിളി കേട്ടു.
അങ്ങോട്ടേക്ക് നോക്കാതെ തന്നെ അറിയാമായിരുന്നു അതായിരിക്കുമെന്ന്. എന്താടാ ആദി? ദേവികയും കുഞ്ഞും പോകുന്നത് നോക്കി നിന്നവൻ ഒരു ഞെട്ടലോടെ സിറ്റൗട്ടിലേക്ക് വേഗത്തിൽ കണ്ണുകൾ നീക്കി. വാടാ ഇങ്ങോട്ട്. വീടിന് മുൻപിലെ പാർക്കിങ്ങിൽ കിടക്കുന്ന ബുള്ളറ്റിലേക്ക് ചാടി കയറിയിരുന്നു കൊണ്ട് വണ്ടി ഇരമ്പിപ്പിച്ചു ആദി ഗർജിച്ചു. ആ വരുന്നടാ. അവൻ്റെ ദേഷ്യത്തിൻ്റെ പിന്നിലുള്ള കാരണം മനസ്സിലായില്ലെങ്കിലും ജിത്തു വേഗത്തിൽ അവനരികിലേക്ക് ഓടിച്ചെന്നു. കേറടാ വണ്ടിയേൽ. ആദി അലറിയതും ഒട്ടൊരു പേടിയോടെ തന്നെ അവൻ ബുള്ളറ്റിന് പിന്നിലേക്ക് ചാടി കയറിയിരുന്നു. ആദിയുടെ വണ്ടി കുടുകുടാ ശബ്ദവും മുഴക്കിക്കൊണ്ട് കാവുമ്പാട്ട് ഗേറ്റിന് വെളിയിലേക്ക് പാഞ്ഞുപോയി. അത്രയും നേരം അവിടെ ഇരുന്ന ആരെയും ശ്രദ്ധിക്കാതിരുന്ന പൂജ ആദിയെ മാത്രം കണ്ണുകൾ വിടർത്തി നോക്കിക്കൊണ്ടിരുന്നു. അതും അവൻ വഴിയിലേക്ക് ഇറങ്ങുന്നിടം വരെ. ആരും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും രാധയുടെ കണ്ണുകൾ അവളുടെ നോട്ടത്തെ അവജ്ഞയോടെ ഒപ്പിയെടുത്തിരുന്നു. ആദിക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല അല്ലേ രാധേ? മുറുകിയ അന്തരീക്ഷത്തിന് ഒന്ന് തടയിടുവാനായി യശോദ പൊടുന്നനെ അവരോടായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രാധ വെറുതെ ഒന്ന് മൂളിക്കൊണ്ട് ഉത്തരം നൽകി. ഇങ്ങനെ നമുക്ക് വിട്ടാൽ പറ്റുമോ? എങ്ങനെയെങ്കിലും നിർബന്ധിച്ചിട്ടാണെങ്കിലും നമുക്കൊരു കല്യാണം അവനെ കൊണ്ട് കഴിപ്പിക്കണ്ടേ? ഉത്സാഹത്തോടെ യശോദ വീണ്ടും തിരക്കി. നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒന്നല്ലല്ലോ യശോദയെ കല്യാണം എന്നത്. അവന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അവൻ കെട്ടട്ടെ. രാധ ഉള്ളിലുള്ള നീരസം പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ തന്നെ അവരോട് വളരെ ശാന്തതയോടുകൂടി സംസാരിച്ചു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പൂജയോടുള്ള വെറുപ്പ് ഒന്നും കൂടി കൂടിയിരുന്നു. എടാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കാവുമ്പാട്ടുകാരുടെ ഫ്ലാറ്റ് സമുച്ചയത്തിന് മുമ്പിൽ ആദ്യ ബുള്ളറ്റ് കൊണ്ടുപോയി നിർത്തിയതിൻ്റെ കാരണമറിയാതെ ജിത്ത് ഒന്ന് തല ചൊറിഞ്ഞു. എടാ, ഇതിപ്പോൾ എന്താ നിനക്ക് പറ്റിയത്? ലിഫ്റ്റിൽ കയറി രണ്ടാമത്തെ ഫ്ലോർ ബട്ടൺ ഞെക്കുന്നവനെ കണ്ടതോടുകൂടി അവൻ്റെ സംശയം വീണ്ടും ഒന്നും കൂടി വർദ്ധിച്ചിരുന്നു. ആദിയുടെ സ്വന്തം ഫ്ലാറ്റ് 1ാമത്തെ നിലയിലാണ്. ഇപ്പോൾ 2nd ഫ്ലോറിലേക്ക് പോകുന്നതിൻ്റെ കാരണമായിരുന്നു ജിത്തിന് അറിയാൻ മേലായിരുന്നത്. എടാ ആദി, നീ ഇത് എങ്ങോട്ടേക്കാ? 2ാമത്തെ നിലയിൽ നിന്നിറങ്ങി റൂം നമ്പർ 205 ലക്ഷ്യമാക്കി പോകുന്നവനെ കണ്ടതും അവൻ്റെ കണ്ണുകളിൽ വീണ്ടും അമ്പരപ്പ് നിറഞ്ഞു. എടാ, ഇതെൻ്റെ ഫ്ലാറ്റല്ലേ? ഇതിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഡോറിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് കോളിംഗ് ബെൽ അടിക്കുന്നവനെ നോക്കി ജിത്ത് തലയിൽ കയ്യും താങ്ങി നിന്നു. പൊടുന്നനെ ഫ്ലാറ്റിൻ്റെ ഡോർ അകത്തുനിന്നും തുറന്നു. എന്താ ആദിയേട്ടാ? മാധവിനെയും ഒക്കത്ത് വെച്ച് ഉള്ളിൽ നിൽക്കുന്ന സുമി പുറത്ത് നിൽക്കുന്ന ആളിനെ കണ്ടതും ഒന്ന് പകച്ചു പോയിരുന്നു. എടാ, ഇതെൻ്റെ ഫ്ലാറ്റല്ലേ? ഇതിപ്പോൾ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഡോറിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് കോളിംഗ് ബെൽ അടിക്കുന്നവനെ നോക്കി ജിത്ത് തലയിൽ കയ്യും താങ്ങി നിന്നു. മഹർഷി അതിനുള്ള മറുപടി ഒന്നും നൽകിയില്ല. പകരം അവനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് തന്നെ നിന്നു. പൊടുന്നനെ ഫ്ലാറ്റിൻ്റെ ഡോർ അകത്തുനിന്നും തുറക്കപ്പെട്ടു. സുന്ദരിയായ ഒരു 25 വയസ്സുകാരി പെണ്ണ് ഒരു 2 വയസ്സുകാരൻ ഒരു ആൺകുട്ടിയെ മുഖത്ത് വെച്ചുകൊണ്ട് മുൻവാതിലിൻ്റെ പിന്നിലായി വന്നു നിന്നു. എന്താ ആദിയേട്ടാ? മഹർഷിയെ കണ്ണ് ആ പെണ്ണ് ഒന്ന് അമ്പരന്നു പോയിരുന്നു. അതോടൊപ്പം അവന് തൊട്ടടുത്തായി നിൽക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ നേർക്ക് കാര്യം എന്താണെന്നുള്ള കാര്യത്തിൽ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടുവാനും പെണ്ണവൾ മറന്നില്ല. കാരണം തൊട്ടടുത്താണ് ആദിയുടെ ഫ്ലാറ്റെങ്കിലും വളരെ വിരളമായിട്ടേ ആൾ അങ്ങോട്ടേക്ക് ചെല്ലാറുള്ളൂ. ഫ്രൂട്ടി എവിടെ? അവനൊരിത്തിരി ഗൗരവത്തോടെ തന്നെ സുമിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ അകത്തുണ്ട്. എന്തേ ആദിയേട്ടാ? പറച്ചിലിനോടൊപ്പം തന്നെ വാതിലൊഴിഞ്ഞ് നിന്നുകൊണ്ട് വന്നവരെ അകത്തേക്ക് ക്ഷണിക്കാനും അവൾ മറന്നില്ല. അവളെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? ചോദ്യം സുമിയോടായിരുന്നുവെങ്കിലും അവൻ്റെ നോട്ടം പോയത് അവളുടെ ഒക്കത്തിരിക്കുന്ന 2 വയസ്സുകാരൻ മാധവിന് നേർക്കായിരുന്നു. അതിനെന്താ ആദിയേട്ടാ, കൊണ്ടുപോയിക്കോളൂ. അതീവ സന്തോഷത്തോടെ സുമി വാ വിളർത്തി ചിരിച്ചു. എടുത്തോണ്ട് വാടാ, പെട്ടെന്ന് പോയി. സുമിയുടെ അനുവാദം കിട്ടിയ മറുക്ഷണം മഹർഷി തൊട്ടടുത്ത് നിൽക്കുന്ന ജിത്തുവിനോട് നിർദ്ദേശിച്ചു. കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് ഹാളിൽ നിന്നും അകത്തേക്കുള്ള മുറിയിലേക്ക് കയറി. ഇരിക്കാതിയേട്ടാ, ഇപ്പോൾ വരാവേ. അത്രയും അവനോട് വെപ്രാളപ്പെട്ട് പറഞ്ഞുകൊണ്ട് സുമിയും ഭർത്താവിൻ്റെ പിന്നാലെ മുറിക്കുള്ളിലേക്ക് നടന്നു. അവർ പോയ വഴിയെ നോക്കി അവനൊന്ന് തലകുടഞ്ഞു. ശേഷം ഹാളിൽ കിടന്നിരുന്ന ഒരു സെറ്റിയിലേക്ക് ഇരിപ്പുറപ്പിച്ചു. എന്തിനാ ജിത്തെ ആദിയേട്ടനിപ്പോൾ നമ്മുടെ ഫ്രൂട്ടിയെ? അതേസമയം മുറിക്കുള്ളിലേക്ക് കയറിയ സുമി ഭർത്താവിനോട് കാരണങ്ങൾ തിരക്കുകയായിരുന്നു. കാര്യമുണ്ടടി,
അതൊക്കെ വൈകിട്ട് ഞാൻ വന്നിട്ട് പറയാം. എന്തായാലും അവൻ കൊണ്ടുപോകാൻ സമ്മതിച്ചു തന്നെ ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ ഈ ദുഷ്ടൻ്റെ കൈകൊണ്ട് ചാവാനായിരുന്നു ആ പാവം പിടിച്ച പെണ്ണിൻ്റെ വിധി. സുമിയുടെ കയ്യിലിരുന്നു കൊണ്ട് തന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്ന തൻ്റെ മകന് നേരെ ഉറ്റുനോക്കിക്കൊണ്ട് ജിത്ത് ആരോടുന്നില്ലാതെ പിറുപിറുത്തു. അച്ഛേ. അവൻ പറഞ്ഞത് തൻ്റെ കാര്യമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടതിനാലാവാം മാധവ് അച്ഛൻ്റെ നേർക്ക് ഉച്ചത്തിൽ അലറിയത്. അയ്യോ, നിന്നെപ്പറ്റൊന്നും പറഞ്ഞില്ലേ? അല്ലെങ്കിൽ തന്നെ സ്വന്തം വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ പാത്തും പതുങ്ങിയും വരുന്ന എൻ്റെ ഒരു വിധിയെ. അവൻ കൈകൾ കൂപ്പിക്കൊണ്ട് മുകളിലേക്ക് നോക്കി. പറഞ്ഞു നിൽക്കാതെ ഫ്രൂട്ടി എടുത്തുകൊണ്ട് പോകാൻ നോക്ക് ജിത്തെ. ആദ്യേട്ടൻ പുറത്ത് കാത്തിരിപ്പുണ്ട്. അവൾ മകനെ ബെഡിലേക്കായി ഇരുത്തിയിട്ട് ഫ്രൂട്ടിയെ തപ്പുവാൻ വേണ്ടി ബെഡ്റൂമിനോട് ചേർന്ന് കിടക്കുന്ന ബാൽക്കണിയിലേക്ക് മെല്ലെ ഇറങ്ങി. ഫ്രൂട്ടി മോളെ. സുമി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കണ്ടു ബാൽക്കണിയുടെ കൈവരിക്കുള്ളിൽ കൂടി പുറത്തേക്ക് തലയിട്ടുകൊണ്ട് താഴേക്ക് നോക്കി നിന്ന് കുരയ്ക്കുന്ന ഒരു പൂടിൽ പപ്പിയെ. കോഫി ബ്രൗൺ കളറാണ് പെണ്ണിന്. ദേഹം മുഴുവനും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചെറിയ രോമങ്ങൾ അവളെ ഒരു കരടിക്കുട്ടിയെ പോലെ തോന്നിപ്പിച്ചു. പതുപതുത്ത കമ്പിളിപ്പുതപ്പ് പുതച്ച് വെച്ചിരിക്കുന്നത് പോലെയുള്ള പെണ്ണിൻ്റെ കൈകാലുകൾ ആരെയും മനമയക്കുന്ന രീതിയിലുള്ളതായിരുന്നു. കറുത്ത 2 വട്ടുകൾ പോലെയുള്ള കണ്ണുകൾക്ക് ചുറ്റിലുമുള്ള രോമങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഫ്രൂട്ടിയെ കൂടുതൽ സുന്ദരിയാക്കുവാൻ വേണ്ടി അവളുടെ കഴുത്തിൽ ഒരു കറുപ്പിൽ വെള്ള നിറത്തോടു കൂടിയ ഒരു ചെറിയ ബോട്ടയും കെട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ടി. സുമി അവളെ വീണ്ടും വിളിച്ചു. ബൗ ബൗ. അവളുടെ ഒച്ച കേട്ടതും ഒരൊറ്റ ചാട്ടത്തിന് സുമിയുടെ അരികിലേക്ക് ചെന്ന പെണ്ണ് ശേഷം അവളുടെ ഒക്കത്തേക്ക് ചാടിക്കയറി. നിന്നെ കൊണ്ടാനേ ഒരാൾ വന്നിട്ടുണ്ട്. ആളാരാണെന്ന് നിനക്കറിയോ? ദേഹത്തേക്ക് വലിഞ്ഞു കയറിയവളെ കൈകളിലേക്ക് എടുത്തുകൊണ്ട് സുമി അവളോട് കളിയായി ചോദിച്ചു. എന്നിട്ട് അവളുടെ കുഞ്ഞു നെറ്റിയിൽ പല പ്രാവശ്യം ഉമ്മകൾ കൊണ്ട് മൂടി. എന്താണേലും നന്നായിന്നേ ഞാൻ പറയും. ഇവിടെ എൻ്റെ മോൻ്റെ ഉപദ്രവം നീയായിട്ടാ സഹിക്കുന്നത്. വേറെ വല്ലവരായിരുന്നേലേ അവൻ്റെ ശരീരത്തിൽ 1 ഏക്കർ തൊലി എമ്പണ്ടേ പോയി കിട്ടിയേനെ. അവളെയും എടുത്തുകൊണ്ട് സുമി മുറിയിലേക്ക് ചെന്നു. മേ ത് ത്. ഫ്രൂട്ടിയെയും എടുത്തുകൊണ്ട് വരുന്ന തൻ്റെ അമ്മയെ കണ്ടതും കുഞ്ഞിച്ചക്കൻ കട്ടിലിൽ നിന്നും നൂഴ്ന്ന് താഴേക്ക് ഇറങ്ങിയിരുന്നു. എന്തടാ ചെക്ക? അവൾ ചോദിച്ചു. ഫ്രൂട്ടിയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മാധവ് എന്തൊക്കെയോ അസ്പഷ്ടമായി പറയുന്നുണ്ട്. താഴെ വയ്ക്കാനായി പറയുന്നതായിരിക്കും എന്നവൾ ഇതിനോടകം തന്നെ ഊഹിച്ചു. അയ്യടാ, എന്നിട്ട് വേണം അവളെ നിനക്ക് കടിച്ചു പറിക്കാനും തല്ലാനും. സുമി പുച്ഛത്തോടെ താഴെ നിൽക്കുന്ന മകനെ നോക്കി. എടി, ഇവൻ്റെ ഫുഡും കാര്യങ്ങളുമൊക്കെ എടുത്ത് പാക്ക് ചെയ്തതാ. സുമിയുടെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ടിയെ വാങ്ങിയിട്ട് ജിത്ത് നിർദ്ദേശിച്ചു. അവൾ മാധവിനെ എടുത്തുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആദി, 1-2 മിനിറ്റ് ഇരിക്കണേ. ഇവൻ്റെ മറ്റ് സാധനങ്ങളെല്ലാം കൂടി സുമി പാക്ക് ചെയ്തുകൊണ്ട് വരും. ഫ്രൂട്ടിയും കൊണ്ട് അവൻ്റെ അരികിൽ ചെന്നിരുന്നു കൊണ്ട് ജിത്ത് ആവശ്യപ്പെട്ടു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫ്രൂട്ടിയുടെ സാധനങ്ങളെല്ലാം അടങ്ങി ഒരു വലിയ കവറുമായി സുമി അപ്പോഴേക്കും വന്നിരുന്നു. എന്നാൽ ഇറങ്ങിയേക്കാം. ജിത്തിൻ്റെ കയ്യിലിരിക്കുന്ന പൂടലിനെ ഒന്ന് തഴുകിക്കൊണ്ട് ആദി തിരക്കി. ആദിയേട്ടാ, ഇവളെ നല്ലോണം നോക്കിക്കോണേ. ഈ കുഞ്ഞൻ എപ്പോഴും ഇതിനോട് വഴക്കാം. തരം കിട്ടിയാൽ നല്ലോണം ഉപദ്രവിക്കും. അതാ പിന്നെ ഇവളെ തന്നേക്കാവെന്ന് വെച്ചത്. സുമി സങ്കടത്തോടെ ഫ്രൂട്ടിയെ നോക്കിക്കൊണ്ട് വിശദീകരിച്ചു. ആദി മറുപടിയായി ഒന്ന് മൂളി. ശേഷം സുമിയിൽ നിന്നും ആ കവർ കൈപ്പറ്റിക്കൊണ്ട് ഫ്ലാറ്റിന് പുറത്തേക്ക് നടന്നു. ഫ്രൂട്ടിയുമായി ജിത്തു അവൻ്റെ പിറകെയും. കാവുമ്പാട്ടെ വീടിന് മുന്നിൽ ആദിയുടെ ബുള്ളറ്റ് വന്ന് നിൽക്കുമ്പോൾ ആ മുറ്റം ശൂന്യമായിരുന്നു. ഇത്ര പെട്ടെന്നെല്ലാം ഇറങ്ങിപ്പോയോ? പിറുപിറുത്തുകൊണ്ടാണ് അവൻ വണ്ടി സ്റ്റാൻഡിലിട്ടുകൊണ്ട് ഇറങ്ങിയത് തന്നെ. എടാ, നീ മുകളിലേക്ക് പോര്. കയ്യിലിരുന്ന ചാവി കറക്കിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോകുന്നവൻ്റെ മനസ്സിലിരിപ്പറിയാതെ ജിത്ത് ഒരു നിമിഷം നിന്നിടത്ത് തന്നെ നിന്നുപോയി. അമ്മേ, ഏതോ ഒരു പപ്പയുടെ ഒച്ച കേൾക്കുന്നു. സന്ധ്യ ആയപ്പോൾ തൊട്ട് കുഞ്ഞിപ്പെണ്ണ് തുടങ്ങിയതാണ് എവിടെ നിന്നോ ഒരു പട്ടിക്കുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നെന്ന്. ഇല്ല മോളെ, നിനക്ക് തോന്നിയതായിരിക്കും. നീലു ആൻറ്റിയുടെ വീട്ടിൽ അതിന് പട്ടിയില്ലല്ലോ. ദേവിക കുഞ്ഞിപ്പെണ്ണിനെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചു. ഇല്ലമ്മേ, ഞാൻ ശരിക്കും കേട്ടതാ. നീലാൻറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് സൗണ്ട് വന്നേ. അവൾ കൊഞ്ചിക്കൊണ്ട് ശാഠ്യം പിടിച്ചു. ഷെടാ. അവളുടെ വാശി കണ്ടപ്പോൾ ദേവി തലയിൽ കൈവച്ചു പോയി. നിനക്കെങ്ങനെ ഡൗട്ട് തോന്നുന്നെങ്കിൽ അവിടം വരെ പോയി നോക്കിയേച്ചു വാ. അടുക്കളയിൽ തിരക്കിട്ട് എന്തോ പണിയിലായിരുന്ന ദേവിക പെണ്ണിന് അങ്ങോട്ടേക്ക് പോകുവാനായി അനുവാദം കൊടുത്തു.
ഞാൻ തന്നെ പോവില്ല, അമ്മയും കൂടെ വായോ. അവൾ ശഠിച്ചു. ഒറ്റയ്ക്കിപ്പോൾ കാവുമ്പോട്ടേക്ക് പോകുവാൻ പെണ്ണിന് പേടിയാണ്. അതിന് കാരണം മഹർഷി തന്നെ. എന്തിനാണ് അയാളെ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിച്ചാൽ മഹർഷി കൊല്ലൂ എന്നാണ് പെണ്ണ് പറയുന്നത്. 4-5 മാസങ്ങൾക്ക് മുമ്പ് തത്തയുമായി ടൗണിൽ പോയപ്പോൾ അവിടെ റോഡിൽ വെച്ച് കണ്ട ഒരു ദൃശ്യം കുഞ്ഞിനെ ഇത്രമേൽ ഭയപ്പെടുത്തിയോ എന്ന ചിന്ത അവളിലപ്പോൾ പൊടുന്നനെ ഉണ്ടായി. അന്ന് റോഡിൽ വെച്ച് മഹർഷി ഒരു പെണ്ണിനെ അടിച്ചു വഴിയിലേക്കിടുന്നതും അവൾ ബോധം കെട്ട് വീഴുന്നതുമൊക്കെ തത്ത കണ്ടതാണ്. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയോ ആണ് അന്ന് ആ പെണ്ണിനെ കയ്യിൽ കോരിയെടുത്ത് വണ്ടിയിലിട്ടിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തന്നെ. ആ പെണ്ണ് മരിച്ചു പോയെന്നും ഇനി ജീവിച്ചാൽ തന്നെ അതിന് ഇനി ഒന്നിനും കൊള്ളില്ലെന്നും ഒക്കെ അവിടെ കൂടി നിന്ന നാട്ടുകാർ പലതും പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് അന്നവൾ വല്ലാതെ പേടിച്ച് കരഞ്ഞു. 2 ദിവസം പനി പിടിച്ച് ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്ന കുഞ്ഞിനെ കണ്ട് താനും ഒന്ന് ഭയന്നു പോയിരുന്നു. ആ പെണ്ണ് മരിച്ചു പോയോ എന്ന് പല പ്രാവശ്യം കുഞ്ഞിപ്പെണ്ണ് തന്നോട് ചോദിച്ചിട്ടുണ്ട്. അന്നൊക്കെ താൻ അതൊരു തമാശ രൂപത്തിൽ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവളെ കൂടുതൽ പേടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ആ സംസാരം വേറെ വല്ല കാര്യങ്ങളിലേക്കും വഴിതിരിച്ച് വിടുകയായിരുന്നു താൻ ചെയ്തത്. പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അവളിൽ നിന്നും ആ ചോദ്യം നിന്നു. കുഞ്ഞിപ്പെണ്ണ് എല്ലാം മറന്നുപോയെന്ന് താനും വിശ്വസിച്ചു. പക്ഷേ ഇന്നിവിടെ വന്നതിന് ശേഷമാണ് മഹർഷിയുടെ കാര്യം അവൾ മറന്നിട്ടില്ല എന്നത് തനിക്ക് പോലും ബോധ്യമായത്. അയാളോടുള്ള ആ പേടിയും ഭയവും ഇപ്പോഴും അവളുടെ ഉള്ളിൽ നിന്നും പോയിട്ടില്ല എന്നതാണ് സത്യം. അമ്മേ, എൻ്റെ കൂടെ വായോ. താൻ അവളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതിയിട്ടാവാം പെണ്ണെൻ്റെ സാരിയുടെ തുമ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നത്. തത്തേ, എനിക്കിവിടെ ഇത്തിരി പണിയുണ്ട് മോളെ, നീ അങ്ങോട്ടേക്ക് ചെല്ല്. അവിടെ ആരും മോളെ ഒന്നും ചെയ്യില്ല. താൻ റോഡിൽ വീണ് കിടന്നപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ദയ കാട്ടിയവൻ തൻ്റെ മകളെയും ഒന്നും ചെയ്യില്ല എന്നൊരു കുഞ്ഞു വിശ്വാസം അവളിലപ്പോൾ ഉടലെടുത്തിരുന്നു. വേണ്ടമ്മ, മാഷി എന്നെ കൊല്ലും, എല്ലാവരും കൊല്ലും, എനിക്ക് പേടിയാ, അമ്മയും കൂടെ ആയോ. അവൾ അതും പറഞ്ഞുകൊണ്ട് വാശിയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. അതിന് ആ മഹർഷി വീട്ടിലില്ലല്ലോ. കുറച്ച് മുന്നേ അല്ലേ അയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടത്. അവൾ കുഞ്ഞിൻ്റെ കവളിൽ തട്ടിക്കൊണ്ട് സംശയം ചോദിച്ചു. അശോ, അമ്മ എന്താ അതെന്നോട് നേരത്തെ പറയാഞ്ഞേ? എന്നാൽ പിന്നെ പോവാ അല്ലേ? ആദ്യം അവിടെ ഇല്ല എന്നറിഞ്ഞതും പെണ്ണ് കുണുങ്ങി ചിരിക്കുവാനായി തുടങ്ങി. പോയി വാ, അപ്പോഴേക്ക് അമ്മ നിനക്ക് വേണ്ടി പാൽ പായസം ഉണ്ടാക്കി വയ്ക്കാം. ദേവികയുടെ പുരുകം പല പ്രാവശ്യം ഉയർന്നും താന്നു, ഒട്ടൊരു കുറുമ്പോടെ. എൻ്റെ ചക്കരമ്മ. അവൾ അമ്മയെ ചുറ്റി പിടിച്ചുകൊണ്ട് ഒരുപാട് പ്രാവശ്യം അവരുടെ കവളിൽ ചുംബനങ്ങൾ കൊണ്ട് മൂടി. എൻ്റെ പൊന്നിനി പോയി വായോ. ദേവിക അനുവാദം നൽകി. പോണേ അമ്മേ. കൊഞ്ചലോടെ അവളെ ഒന്നും കൂടി പുണർന്നിട്ട് കുഞ്ഞിപ്പെണ്ണ് ഗസ്റ്റ് ഹൗസിൻ്റെ മുൻപിൽ കൂടെ പുറത്തേക്കിറങ്ങി. മുത്തശ്ശി. മുറ്റത്ത് നിന്നും കാവുമ്പാട്ടെ വീട്ടിലേക്ക് പാഞ്ഞു കയറി ചെന്നവൾ. ആഹാ, ഇതാര്? മുത്തശ്ശിയുടെ പൊന്നോള് വന്നോ? സങ്കടമൊക്കെ പോയോടി കുറുമ്പി. ഹാളിലെ സെറ്റിയിലിരുന്നവർ കയറി വരുന്ന തത്തയെ നോക്കി കണ്ണുകൾ വിടർത്തി. ശേഷം അവരാ കുരുന്നിനെ ഒക്കത്തെടുത്തു വെച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. പോയല്ലോ മുത്തശ്ശിയേ. അവളും അവരുടെ നെഞ്ചോരം പതുങ്ങിക്കിടന്നു. അയ്യോ, ഞാൻ മറന്നു. പൊടുന്നനെ എന്തോ ഓർത്തുകൊണ്ട് കുഞ്ഞിപ്പാറു അവരുടെ കൈകളിൽ നിന്നും താഴേക്ക് ചാടിയിറങ്ങി. എന്താ മോളെ, എവിടേക്കാ? രാധ പരിഭ്രാന്തിയോടെ തിരക്കി. ഇവിടെ നിന്ന് ഒരു പപ്പിയുടെ കരച്ചിൽ കേട്ടല്ലോ മുത്തശ്ശിയെ, അതെവിടാ? കണ്ണുകൾ വിടർത്തി ആകാംക്ഷയോടെ ചോദിക്കുന്നവളെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി. അതില്ലേ മോളെ, മോളിലുണ്ടല്ലോ കുഞ്ഞിയെ, നല്ല ഉറക്കാ പെണ്ണ്. അവർ തത്തയുടെ സംസാരം അനുകരിച്ചുകൊണ്ട് അതേപോലെ തന്നെ കൊഞ്ചി. എന്നെ ഒന്ന് കാണിക്കോ? അവൾ രഹസ്യം പോലെ ചോദിച്ചു. കാണിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഇത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ആദ്യം എന്നോട് പറയണം. അവൾ ഉള്ളിച്ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു. അതുണ്ടല്ലോ മുത്തശ്ശിയെ, കുറേ നേരായേ മോള് ഈ വീട്ടിൽ നിന്നൊരു പപ്പിയുടെ ശബ്ദം കേൾക്കുന്നു. പെണ്ണ് നിഷ്കളങ്കതയോടെ പുഞ്ചിരിച്ചു. ആഹാ, അവിടെ ഒച്ച നീ അങ്ങ് വരെ കേട്ടോ? അവരവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഓ, കേട്ടു മുത്തശ്ശി. എവിടാ അത്? കുഞ്ഞാണോ? എന്താ അതിൻ്റെ പേര്? ഒരേ വായിൽ ഒരു കൊന്നോളം ചോദ്യങ്ങളുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിന് ചോദിക്കാൻ. കുഞ്ഞാണല്ലോ തത്തേ, നിന്നെ പോലെ ഒരു കുഞ്ഞി പാറു അവളും മോളിലുണ്ട്.
നിനക്കിനി സ്കൂളിൽ അടച്ചാ അവിടെ കൂടെ കളിക്കാമല്ലോ പെണ്ണേ. രാധ അവളെ കൊഞ്ചിച്ചു. ഐഷ്, അവൾ സുന്ദരിയാ? പെണ്ണിൻ്റെ കവളിൽ അത്ഭുതം വിടർന്നു. അതേല്ലോ, അവളും നിന്നെപ്പോലൊരു കൊച്ചു സുന്ദരിയാ. രാധ അതുപോലെ തന്നെ ഉത്തരം നൽകി. എന്നെ ഒന്ന് കാണിക്കോ മുത്തശ്ശിയെ? തത്ത അവരോട് കെഞ്ചുവാനായി തുടങ്ങി. അതിനെന്താടി, മുകളിലത്തെ മുറിയിൽ കിടന്നുറങ്ങുന്നുണ്ട്, നീ പോയി എടുത്തോ. രാധ അവൾക്ക് അനുവാദം നൽകി. തത്തയ്ക്ക് അത് കേട്ടതും തുള്ളിച്ചാടണമെന്ന് തോന്നി. അവൾ കുണുങ്ങിക്കൊണ്ട് മുകളിലത്തെ പടികൾ കയറുവാൻ തുടങ്ങി. അവിടെ പേരെന്താ മുത്തശ്ശി? 2 പടികൾ കയറിയതിന് ശേഷം പെണ്ണ് അവർക്ക് നേരെ തിരിഞ്ഞു. അവിടെ പേരാണ് ഫ്രൂട്ടി, അവർ ചിരിയോടെ പറഞ്ഞു. നല്ല പേര്. തത്തയ്ക്ക് ആ പേര് വല്ലാതെ പിടിച്ചു. ഒരു മൂളിപ്പാട്ടോടെ പെണ്ണ് വീണ്ടും സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി. മുത്തശ്ശി, ഫ്രൂട്ടി എന്നെ കടിക്കുമോ? വീണ്ടും 2-3 സ്റ്റെപ്പുകൾ കയറിയതിന് ശേഷം അവൾ വീണ്ടും തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. അവളൊന്നും ചെയ്യില്ല, പാവാ. രാധ ഉറപ്പു നൽകിയതും കുഞ്ഞി പെണ്ണ് ഒന്നുകൂടെ പപ്പിയെ പെരുത്തിഷ്ടമായി. വീണ്ടും അവളുടെ ചുണ്ടിൽ ഏതോ റൈമിൻ്റെ വരികൾ തത്തിക്കളിച്ചു. തത്ത ഒടുവിൽ പടികൾ കയറി മുകളിലെ നിലയിലെത്തി. നീലു ആൻറ്റി. അപ്പോഴാണ് പെണ്ണ് നീലികം അവളുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ടത്. ആഹാ, ഇങ്ങെത്തിയ ആൻറ്റിയുടെ സുന്ദരിവാവ. അവൾ കരികിലേക്ക് ചെന്നിട്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉണ്ട കവളിൽ ആഞ്ഞൊരു ഉമ്മ നൽകിയവൾ. ആൻറ്റി, എനിക്ക് ഫ്രൂട്ടിയെ കാണണം. നീലിമയ്ക്ക് അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരാജ്ഞ പോലെ തോന്നി. ഫ്രൂട്ടി വന്ന കാര്യം നിന്നോടാരാടി കള്ളുപ്പാറു പറഞ്ഞേ? നീലിമ കളിയായി തിരക്കി. അതോ, അത് മുത്തശ്ശിയാ പറഞ്ഞേ. തത്തയുടെ മുഖത്ത് നിഷ്കളങ്കതയുടെ ടൺ കണക്കിന് ആനന്ദം. എങ്കിൽ വായോ, ആൻറ്റി കാട്ടിത്തരാം ഫ്രൂട്ടിയെ. അവൾ തത്തയുടെ കൈയും പിടിച്ചുകൊണ്ട് ആദിയുടെ മുറിയിലേക്ക് നടന്നു. ആൻറ്റി, ഇതാ മർഷിയുടെ റൂമല്ലേ? അവൻ്റെ മുറിയിലേക്കാണ് കയറിയത് എന്ന് കണ്ടതും അവൾ ഇത്തിരി പേടിയോടെ വാതിൽക്കൽ തന്നെ നിന്നു. ആൻറ്റിയുള്ളപ്പോൾ നീ എന്തിനാ പേടിക്കുന്ന മുത്തേ? നീ അകത്തേക്ക് വായോ. അവൾ ആ പൊടിയെ അകത്തേക്ക് ക്ഷണിച്ചു. മഹർഷി പുറത്തേക്ക് പോയി എന്നുറപ്പുള്ളത് കൊണ്ടാവാം തത്ത ഭയം ഏതും കൂടാതെ അവൻ്റെ മുറിക്കുള്ളിലേക്ക് കടന്നത്. ഫ്രൂട്ടി. അകത്തേക്ക് ചെന്നതും അവൾ കണ്ടു മുറിക്കുള്ളിലെ ബെഡിന് മുകളിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന പപ്പിക്കുട്ടിയെ. അവൾക്ക് സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. തത്ത ഓടിച്ചെന്ന് കട്ടിലിലേക്ക് ചാടിക്കയറി ഫ്രൂട്ടിയുടെ അരികിലേക്ക് ചെന്നിരുന്നു. ആരുടെയോ സാമീപ്യം അറിഞ്ഞെന്ന വണ്ണം പപ്പി ഒന്ന് കണ്ണുകൾ തുറന്നു. ശേഷം അവളെ തല ഉയർത്തി നോക്കി. എന്ത് ക്യൂട്ടാ നീ, എനിക്കിഷ്ടായി, ഒത്തിരി ഇഷ്ടമായി. അതിൻ്റെ നെറുകയിൽ തഴുകിക്കൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണ് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അവളുടെ സാമീപ്യം ഇഷ്ടപ്പെട്ടതുപോലെ ഫ്രൂട്ടി ഒന്നും കൂടി അവളോട് ചേർന്ന് കിടന്നു. ഫ്രൂട്ടി, എന്ത് സുന്ദരിയാ, എൻ്റെ ഫ്രണ്ടാകാവോ നീ? കുഞ്ഞിപ്പെണ്ണ് ഒട്ടൊരു കൊഞ്ചലോടെ ചോദിച്ചു. മറുപടിയായി ആ പപ്പിക്കുട്ടി ഒന്ന് മൂളിക്കൊണ്ട് കണ്ണുകൾ തെരെ അടച്ചു തുറന്നു. അതുകൂടി കണ്ടപ്പോഴേക്ക് തത്തപ്പെണ്ണ് നിലത്തും താഴെയൊന്നും അല്ലായിരുന്നു. അവൾ സന്തോഷം സഹിക്കവയ്യാതെ കൈകൊട്ടി പൊട്ടിച്ചിരിച്ചു. പെണ്ണിൻ്റെ വിരലുകൾ അതിൻ്റെ നെറുകയിൽ കൂടി ഒഴുകി നടന്നു. ശേഷം അത് അതിൻ്റെ കണ്ണിൻ്റെ മുകളിലൊന്ന് വിശ്രമിച്ചു. അവിടെ നിന്നും തത്തയുടെ കുഞ്ഞു വിരൽ നീക്കിയത് ഫ്രൂട്ടിയുടെ താടിയിലേക്കായിരുന്നു. പെണ്ണിൻ്റെ കുറുമ്പിഷ്ടമായതിനാലോ അതോ മാധവ് ചെയ്യുന്നത് പോലെയുള്ള ദേഹോപദ്രവങ്ങൾ അവളിൽ നിന്നും കിട്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല, ഫ്രൂട്ടി ഒന്ന് മൂളിക്കൊണ്ട് തത്തയുടെ മടിയിലേക്ക് തല കയറ്റി വെച്ചു. അമ്പടി കള്ളിപ്പാറൂ. പപ്പി അനുസരണയോടെ തൻ്റെ ദേഹത്തേക്ക് കയറിക്കിടക്കുന്നത് കണ്ടതും പെണ്ണിന് ഒന്നും കൂടി പെരുത്തി സന്തോഷമായി. കളിക്കാൻ ഇത്രയും നാളും ഒരു കൂട്ടില്ലാതിരുന്ന തത്തയ്ക്ക് കൊഞ്ചിക്കാനും കളിക്കാനും തമാശകൾ പറയാനുമൊക്കെ ഒരു കുഞ്ഞു കൊച്ചിനെ കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നപ്പോൾ അവൾ അതിനെ വാത്സല്യത്തോടെ വീണ്ടും വീണ്ടും ഓമനിച്ചു കൊണ്ടിരുന്നു. അതിനനുസരിച്ച് ഫ്രൂട്ടി അവളുടെ ദേഹത്തേക്ക് ഒന്നും കൂടി വലിഞ്ഞു കയറി കൈയും കാലുമൊക്കെ ഇടാനായി തുടങ്ങി. മോളെ, ഫ്രൂട്ടിയെ കണ്ടല്ലോ, ഇനി താഴേക്ക് വായോ. അവൾക്ക് കൂട്ടിനായി പോയ നീലിമയുടെ വാക്കുകളെ തത്തയപ്പോൾ തെല്ലും ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. തത്തേ, നീലിമ അവളെ വീണ്ടും വിളിച്ചു. എന്തോ? പെണ്ണ് പപ്പിയെ കയ്യിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് അലസമായി അവളുടെ വിളി കേട്ടു. താഴേക്ക് വരുന്നില്ലേ നീ? നീലിമ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. കുറച്ചുകൂടെ കഴിയട്ടെ നീലു ആൻറ്റി. അവൾ
ഫ്രൂട്ടിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉടനെ ബെഡിലേക്ക് മലർന്നു കിടന്നു. അപ്പോഴാണ് നീലിമയ്ക്ക് അഭിയുടെ കോൾ വന്നത്. കട്ടിലിൽ കിടന്ന് കളിക്കുന്ന 2 കുഞ്ഞിക്കുരുന്നുകളെയും വാത്സല്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അവൾ ഫോണുമായി പതിയെ റൂമിന് വെളിയിലേക്ക് നടന്നു. ഫ്രൂട്ടി, കുഞ്ഞിപ്പെണ്ണിൻ്റെ കൊഞ്ചലുകൾ ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു. അവൾ ചിരിക്കുന്നതിനനുസരിച്ച് പപ്പി അവളുടെ ശരീരത്തിൻ്റെ മുകളിലേക്കും താഴേക്കും ചാടിക്കയറി. അവൾ അതിനെ മുറുക്കി പുണർന്നു. ഇഷ്ടപ്പെട്ടതിനെ സ്വന്തമാക്കിയ സന്തോഷം അവൾക്കപ്പോൾ ആവോളം ഉണ്ടായിരുന്നു. അതിൻ്റെ മുഖത്തും കയ്യിലും തെരെ ഉമ്മകൾ കൊടുത്തവൾ. അവളെ ഇഷ്ടപ്പെട്ടതിനാലാവാം ഫ്രൂട്ടി പെണ്ണിൻ്റെ കയ്യിലപ്പോൾ അരുമയോടെ നക്കിക്കൊടുത്തത്. ശേഷം തത്തയുടെ ദേഹത്ത് കിടന്ന് ഉരുണ്ട് കളിച്ചു. അവസാനം കുഞ്ഞിപ്പെണ്ണിൻ്റെ വയറിന് മുകളിൽ കൈകാലുകൾ അപ്പുറവും ഇപ്പുറവും ഇട്ടുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കിടന്ന് നാവ് നീട്ടി കാട്ടിക്കൊണ്ട് കിതച്ചവൾ. ഫ്രൂട്ടി, എണീക്ക് ഫ്രൂട്ടി. പെണ്ണിന് അപ്പോഴേക്ക് ഇക്കിളി വന്നു പോയിരുന്നു. പെണ്ണതിനെ എത്ര തല്ലിയിട്ടും അതൊട്ടും മാറുവാൻ കൂട്ടാക്കിയില്ല എന്നതാണ് മറ്റൊരു സത്യം. പകരം സ്നേഹത്തോടെ വാല് മാട്ടിക്കൊണ്ട് അവളുടെ കവിളിൽ തലയിട്ടൊന്ന് ഉരുമ്മിക്കൊടുത്തു. ഫ്രൂട്ടി, മാറടി. അവൾ പപ്പിയുടെ പേരും വിളിച്ച് വീണ്ടും കിക്കിളി കൊണ്ട് ചിരിച്ചു. ബൗ ബൗ. മറുപടിയായി പപ്പിയും ഒന്ന് പതിയെ കുരച്ചു, അവളിൽ നിന്നും അകന്നു മാറാൻ ഇഷ്ടമില്ലാത്തതുപോലെ. ഫ്രൂട്ടി. പൊടുന്നനെ ആരുടെയോ ശബ്ദം മുറിയിൽ നിന്നും കേട്ടപ്പോഴാണ് തത്ത പതിയെ തല ഉയർത്തി പപ്പിയുടെ പിന്നിലേക്ക് നോക്കിയത്. അവളപ്പോൾ പേടിയോടെ കണ്ടു. കുളി കഴിഞ്ഞ് തല തോർത്തിക്കൊണ്ട് റൂമിലേക്ക് കടന്നു വരുന്ന ആദിയെ. മർച്ചി. തത്തയുടെ മുഖത്ത് ഭയം ഇരച്ചു കയറി. അവൾ തൻ്റെ മുകളിൽ കിടക്കുന്ന പപ്പിക്കുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന ബോട്ടയിൽ 2 കൈകൊണ്ടും തെരുപ്പിടിച്ചു നിസ്സഹായതയോട്. ഫ്രൂട്ടി, മാറ്. കുഞ്ഞിൻ്റെ മുകളിൽ കിടക്കുന്ന പപ്പിയുടെ നിൽപ്പ് കണ്ടതിനാലാവാം അവൻ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നത്. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പൊക്കോളാം, പ്ലീസ്. അവൻ്റെ വരവ് കണ്ടതും പെണ്ണ് അപ്പോഴേക്കും കരയുവാനായി തുടങ്ങി. ഏയ് മോളെ, നീ എന്തിനാ കരയുന്നേ? ആദി കുഞ്ഞിപ്പെണ്ണിൻ്റെ വിതുമ്പൽ കണ്ടതും അടുത്തേക്ക് ചെല്ലാതെ നിന്നിടത്ത് തന്നെ നിന്നുപോയി. എന്നെ കൊല്ലല്ലേ, ഞാൻ പാവ, എന്നെ അടിക്കല്ലേ. പെണ്ണ് വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. ഞാനെന്തിനാ കുഞ്ഞെ നിന്നെ കൊല്ലുന്നേ? അത് ചോദിക്കുമ്പോൾ മാത്രം മഹർഷിയുടെ ഹൃദയം വല്ലാതെ നൊന്തുപോയിരുന്നു. നിങ്ങൾ കൊല്ലും, എല്ലാവരും കൊല്ലും, എന്നെയും കൊല്ലും. കുഞ്ഞിപ്പെണ്ണിൻ്റെ നിലവിളി വീണ്ടും ഉച്ചത്തിലായി. കുഞ്ഞെ. അരുതേന്ന രീതിയിൽ ആദ്യം അവളെ നോക്കി തലയാട്ടി. കണ്ണിൽ ചുവപ്പ് രാശി പടർന്നതോ അത് നിറഞ്ഞു തുളുമ്പിയതോ ഒന്നും അവനപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞിപ്പെണ്ണിൻ്റെ വാക്കുകൾ അത്രമേൽ അവൻ്റെ മനസ്സിനെ തകർക്കുന്ന രീതിയിലുള്ളതായിരുന്നു. താൻ എന്തിനാ അവളെ കൊല്ലുന്നത്? താൻ എല്ലാവരെയും കൊല്ലൂ എന്നല്ലേ ആ കുരുന്ന് ഇപ്പോഴും പറയുന്നത്? അതിനർത്ഥം താൻ ഉപദ്രവിക്കുന്നത് അവൾ കണ്ടെന്നല്ലേ? തത്തയുടെ സംസാരം അവനെ ഇരുത്തി ചിന്തിപ്പിക്കുവാൻ പോന്നതായിരുന്നു. എന്നെ കൊല്ലല്ലേ, എനിക്കെൻ്റെ അമ്മയെ കാണണം. വീണ്ടും തത്തയുടെ പദം പറഞ്ഞുള്ള കരച്ചിൽ കാതിൽ പതിഞ്ഞപ്പോഴാണ് മഹർഷി പൊടുന്നനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നത്. മോള് പൊയ്ക്കോ, ഞാനൊന്നും ചെയ്യില്ല കേട്ടോ. ആദ്യ പെട്ടെന്ന് മുറിയുടെ ഒരു മൂലയിലേക്ക് മാറി നിന്നു, അവളെ പുറത്തേക്ക് പോകുവാൻ അനുവദിച്ചുകൊണ്ട്. കുഞ്ഞിപ്പെണ്ണ് 2 നിമിഷം കൂടെ കട്ടിലിൽ തന്നെ കരഞ്ഞുകൊണ്ട് കിടന്നു. അതും അവൻ്റെ നീക്കത്തെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ. ആദി നിന്നിടത്ത് തന്നെ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടതും തൻ്റെ മുകളിലായി കിടക്കുന്ന ഫ്രൂട്ടിയെ ബെഡിലേക്ക് പിടിച്ചു മാറ്റിയിട്ടിട്ട് അവൾ ധൃതിയിൽ എഴുന്നേറ്റിരുന്നു. ശേഷം ഒരിക്കൽ കൂടി ആദിയെ പേടിയോടെ കണ്ണുകൾ ഉയർത്തി നോക്കി. അവൻ അനങ്ങുന്നില്ല എന്ന് കണ്ടതും വാതിലിന് നേർക്ക് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു തത്ത, അത്യധികം പേടിയോടെ. ബൗ ബൗ. അവൾ മുറിക്ക് പുറത്തേക്ക് പാഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ പപ്പി 2 കുര കുറച്ചുകൊണ്ട് മഹർഷിയെ നോക്കി. പിന്നീട് അവൾ പോയ വഴിയെ അവനും ഓടി. എൻ്റെ കുഞ്ഞെ, ഇനിയും നിന്നിലേക്കെത്താൻ ഞാൻ എത്ര കടമ്പ കടക്കണം പൊന്നെ? ആദി വേദനയോടെ മനസ്സിൽ ചിന്തിച്ചു. എങ്കിലും അവൾക്കായി കൊണ്ടുകൊടുത്ത സമ്മാനം പെണ്ണിന് ഇഷ്ടമായി എന്നറിഞ്ഞതിലുള്ള ആനന്ദം അവന് ആവോളം ഉണ്ടായിരുന്നു താനും. അതേസമയം മഹർഷിയെ പേടിച്ച് ഹാളിനുള്ളിലേക്കുള്ള പടികളിറങ്ങി ഓടുന്ന തത്തപ്പെണ്ണ് ഫ്രൂട്ടിയുടെ കുര കേട്ട് കാലുകൾ പൊടുന്നനെ നിശ്ചലമാക്കി. ഇനി എന്നാ ഞാൻ സ്കൂളിൽ പോണേ?
അവസാന പരീക്ഷയും എഴുതി കഴിഞ്ഞ് ഉച്ച സമയം ദേവികയുടെ കൈയും പിടിച്ചുകൊണ്ട് സ്കൂളിന് പുറത്തേക്ക് നടക്കുകയായിരുന്നു തത്തമോള്. പുറത്തെ പൊരിവെയിലിൽ ആ കുഞ്ഞു ദേഹത്തെ തളർത്തുന്നുണ്ടായിരുന്നെങ്കിലും സ്കൂൾ അടച്ചു എന്ന കുരുന്നിൻ്റെ സന്തോഷം അതിനും അപ്പുറത്തായിരുന്നു. ഇനി മോള് സ്കൂളിൽ പോകാൻ 2 മാസം കഴിയണം. തൻ്റെ ഒപ്പം നടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ മറുപടി നൽകി. അപ്പോൾ കുറേ ദിവസം എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിലിരിക്കാമല്ലോ. അവളുടെ സന്തോഷത്തിനപ്പോൾ അതിരുകൾ ഉണ്ടായിരുന്നില്ല. അതെയല്ലോ, അമ്മയുടെ തത്തക്കുഞ്ഞിന് കുറേ നാളിനി വീട്ടിലിരിക്കാം. അവളും കുഞ്ഞിനോടൊപ്പം ഏറ്റു പറഞ്ഞു. അമ്മേ, എൻ്റെ കൂടെ കളിച്ചാൻ ഫ്രൂട്ടി വരുമോ? അത് ചോദിച്ചപ്പോൾ മാത്രം കുഞ്ഞിൻ്റെ മുഖമൊന്നും മങ്ങി. കാരണം ഫ്രൂട്ടി മഹർഷിയുടേതാണെന്നുള്ള കാര്യം നീലിമയുടെ അടുത്ത് നിന്ന് തന്നെ അവൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രൂട്ടിയെ കാണാൻ ആദ്യം അവിടെ ഇല്ലാതിരുന്ന സമയങ്ങളിൽ മാത്രമേ ഒളിച്ചും പാത്തും തത്ത കാവുമ്പാട്ടെ വീട്ടിലേക്ക് പോവുകയുണ്ടായിരുന്നുള്ളൂ. മോളുടെ കൂടെ കളിക്കാൻ അവൾ വരുമല്ലോ. മകളുടെ പേടിയുടെ കാരണം അറിയാവുന്നത് കൊണ്ട് തന്നെ പരമാവധി ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ദേവി അവളോട് സംസാരിച്ചത്. അമ്മേ, ഫ്രൂട്ടി മർഷിയുടേതല്ലേ? അവളുടെ കളിച്ചാൽ മർഷി എന്നെ കൊല്ലോ? കുഞ്ഞിൻ്റെ ചിന്തകൾ വളരെ പെട്ടെന്നാണ് വഴിതിരിഞ്ഞു പോയത്. എന്തിനാ തത്തെ നീ ആവശ്യമില്ലാതെ പേടിക്കുന്നത്? ആ മഹർഷി മോളെ ഒന്നും ചെയ്യില്ല. ദേവി കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. അല്ലമ്മേ, അന്ന് ആ മർഷിയല്ലേ ആ ആൻറ്റിയെ അടിച്ചേ? ആ ആൻറ്റി കരഞ്ഞുവല്ലോ. ആ ആൻറ്റി അപ്പം തന്നെ മരിച്ചു പോയില്ലേ? കുഞ്ഞിപ്പെണ്ണ് അവളുടെ അമ്മയെ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. എൻ്റെ കുഞ്ഞി, മഹർഷി ആരെയും കൊന്നില്ല, മോളെ ഉപദ്രവിക്കുകയില്ല. വെറുതെ നീ ഇനി അയാളെ പേടിക്കേണ്ട കേട്ടോ. ദേവി മകളുടെ തോളിൽ കൂടി കൈയിട്ട് അവളെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ബസ് സ്റ്റോപ്പിൻ്റെ അകത്തേക്ക് കയറിയത്. പിന്നെ തത്ത ഒന്നും ആദിയെക്കുറിച്ച് സംസാരിച്ചില്ല. ദേവിക പറഞ്ഞതൊക്കെ അംഗീകരിക്കുന്ന മട്ടിൽ മറുപടി ഒരു മൂളലിൽ ഒതുക്കി കളയുകയാണ് ചെയ്തത്. എൻ്റെ കുഞ്ഞിപ്പാർണുവിൻ്റെ മൗനം. ബസ് ബേയുടെ സിമൻറ്റ് ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് അരികിലായി അവൾ കുഞ്ഞിനെ പിടിച്ചിരുത്തി. ഒന്നുമില്ല. തോള് രണ്ടും ഒരുമിച്ച് പൊക്കിക്കാട്ടി അവൾ അമ്മയ്ക്ക് നേരെ ആംഗ്യം കാട്ടി. ഒന്നുമില്ലെന്ന് പറയണ്ട, ഈ വീർത്ത മുഖം കണ്ടാൽ അറിയാമല്ലോ എന്തോ ഉണ്ടെന്ന്. പറച്ചിലിനൊപ്പം കുഞ്ഞിൻ്റെ ഉണ്ട കവളിൽ കുഞ്ഞൊരു കുത്തു കൊടുക്കാനും അവൾ മറന്നില്ല എന്നതാണ് സത്യം. പറഞ്ഞ അമ്മ വാങ്ങിത്തരോ? സ്വതവേ വീർത്തുരുണ്ട് ഉണ്ട കവിളുകൾ ഒന്നും കൂടി വീർപ്പിച്ചുകൊണ്ട് അവൾ ദേവിക്ക് നേരെ കണ്ണുകൾ കൂർപ്പിച്ചു. പറ, എൻ്റെ തത്ത പറഞ്ഞ അതിനൊരു അപ്പീലില്ല. എൻ്റെ കുഞ്ഞിന് അമ്മ എന്തും വാങ്ങിത്തരുമല്ലോ. ദേവി തൻ്റെ പൊടിയെ ചേർത്ത് പിടിച്ചു. എങ്കിലേ ആ മർഷിയോട് പറഞ്ഞേ എൻ്റെ ഫ്രൂട്ടിയെ എനിക്ക് വാങ്ങിത്തരോ, എനിക്കെപ്പോഴും കളിച്ചാൻ. കുഞ്ഞി കണ്ണുകൾ ചുരുക്കി ചുണ്ടുകൾ വെളിയിലേക്ക് പിളർത്തി മുഖത്ത് ദയനീയത നിറച്ചുകൊണ്ടുള്ള ആ കൊഞ്ചിയുള്ള ചോദ്യം കേട്ടാൽ സാക്ഷാൽ പരമശിവൻ പോലും പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടവരം നൽകി പോവും. അത്രയ്ക്ക് ദയനീയമായിട്ടായിരുന്നു തത്തയുടെ ആ ചോദ്യം. എൻ്റെ തത്തയെ, ഇതൊന്നൊന്നര ചോദ്യമായിപ്പോയല്ലോ. അവൾ കുഞ്ഞിൻ്റെ മുൻപിൽ താടിക്ക് കൈയും കൊടുത്തിരുന്നു പോയി. അമ്മ വാക്ക് പറഞ്ഞതാ, ഇനി മേടിച്ചു തരാതെ ഇരിക്കല്ലേ. അവൾ കൊഞ്ചലോടെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഇനിയിപ്പോൾ വാങ്ങിത്തന്നില്ലേ ഇതിന് മുഖവും വെറുപ്പിച്ചുകൊണ്ടിരിക്കത്തില്ലേ? അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്തേലും വഴി ഉണ്ടാവാതിരിക്കില്ല. ദേവിക അവൾക്ക് പ്രതീക്ഷ നൽകി. തൻ്റെ കുരുന്നിൻ്റെ കണ്ണുകൾ വിടരുന്നതും ആ കുഞ്ഞി ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയുന്നതുമൊക്കെ ആ അമ്മ സന്തോഷത്തോടെ അപ്പോൾ നോക്കിക്കണ്ടു. സന്തോഷമായോ എൻ്റെ പൊന്നിന്? ഇനി പോകാം. അകലെ നിന്നേ ഒരു ബസ് വരുന്നത് കണ്ടതും അവൾ തത്തയുടെ കൈയും പിടിച്ച് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. അമ്മേ, നമുക്ക് ടൗണിൽ പോകാം, ഇപ്പോൾ വീട്ടിൽ പോണ്ട. പൊടുന്നനെ തത്ത അവളുടെ കൈകൾ പിന്നിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് വാശി കാട്ടി. എന്തിന്? പെട്ടെന്നുള്ള കുഞ്ഞിൻ്റെ മാറ്റം അവളെ അപ്പോൾ അമ്പരപ്പിച്ചു എന്ന് വേണം പറയാൻ. അമ്മേ, മോക്കേ ഐസ്ക്രീം വേണം. സ്കൂൾ അടയ്ക്കുമ്പോൾ വാങ്ങിത്തരാമെന്ന് അമ്മയല്ലേ മുന്നേ പറഞ്ഞേ? അവൾ വീണ്ടും ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് വിതുമ്പാനായി തുടങ്ങി. അത് മോളെ, നമുക്ക് പിന്നീട് പോയി വാങ്ങിക്കഴിക്കാം, ഇപ്പോൾ വീട്ടിൽ പോകാം കുഞ്ഞി. ദേവിക എത്ര പറഞ്ഞിട്ടും തത്ത കേൾക്കുവാൻ കൂട്ടാക്കിയില്ല. അവൾ ഐസ്ക്രീമിന് വേണ്ടി വീണ്ടും വീണ്ടും ചിണുങ്ങിക്കൊണ്ടിരുന്നു. മോളെ, ബസ് പോവും, ഒന്ന് കയറാൻ നോക്ക്. സ്റ്റോപ്പിന് മുൻപിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ നോക്കി ദേവിക തിടുക്കം കൂട്ടി. ആളുകൾ ഇനിയും കയറാനും ഇറങ്ങാനും ഉണ്ടെന്നുള്ളത് അവൾ ശ്രദ്ധിച്ചിരുന്നു. ക്ലാസ്സിക്ക് പോകാമെന്ന് പറഞ്ഞാൽ മോള് ബസ്സിൽ കയറും.
തറയിൽ കാലുകൊണ്ട് 2 ചവിട്ട് ചവിട്ടിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് കട്ടായം പറഞ്ഞു. ശരി, വാങ്ങിത്തരാം, ഒന്ന് കയറാൻ നോക്ക്. ബസ്സിലിരിക്കുന്നവർ എല്ലാവരും തങ്ങളെ തന്നെയാണ് നോക്കുന്നതെന്ന് കണ്ടതും അവൾക്ക് എന്തുകൊണ്ടോ വല്ലാതെ വന്നുപോയിരുന്നു. സത്യം? കുഞ്ഞിപ്പെണ്ണ് വലങ്കൈ ദേവിക്ക് നേരെ നീട്ടിക്കൊണ്ട് വാക്ക് ചോദിച്ചു. ഒരു ഉറപ്പിനു വേണ്ടി. സത്യം, വന്ന് കയറ്, അല്ലെങ്കിൽ ബസ് പോകും. ഉറപ്പ് കിട്ടിയതും തത്ത വേഗത്തിൽ നടന്നു ചെന്നിട്ട് ബസ്സിലേക്ക് ബന്ധപ്പെട്ട് കയറുവാൻ ശ്രമിച്ചു. അവളുടെ കുഞ്ഞി കാലുകൾ കൊണ്ട് വണ്ടിയുടെ ഉയർച്ചയുള്ള പടികൾ സ്വയം കയറുവാൻ പെണ്ണിന് പറ്റുന്നുണ്ടായിരുന്നില്ല. മോളെ, പതിയെ. ദേവിക അപ്പോഴേക്കും കുഞ്ഞിനെ മെല്ലെ കയറാൻ സഹായിച്ചുകൊണ്ട് തന്നെ പിന്നാലെ ബസ്സിനുള്ളിലേക്ക് കയറി ചെന്നു. അവരിരുവരും കയറിയെന്ന് ഉറപ്പിച്ചതും വണ്ടി പോവാനായിട്ട് കണ്ടക്ടർ ബെല്ലടിച്ചു. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതും അവരുടെ വണ്ടി ടൗണിലെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരുന്നു. ബസ് നിർത്തിയതും മോളുടെ കൈയും പിടിച്ചുകൊണ്ട് ദേവി വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിലുള്ള വഴിയുടെ എതിർവശത്ത് ക്ലാസിക്കൽ എന്ന വലിയ ഐസ്ക്രീം പാർലർ സ്ഥിതി ചെയ്യുന്നത്. ടൗണിലെ തന്നെ ഏറ്റവും വലിയ പാർലറായിരുന്നത്. ഏത് തരത്തിലുള്ള കോംബോകളും അവിടെ കിട്ടുമെന്ന് ഉറപ്പുള്ളതിനാൽ തന്നെ എപ്പോഴും ഇവിടെ തിരക്കുള്ള സ്ഥലമാണ്. അതിൽ കൂടുതലും കുട്ടികളും ഫാമിലിയുമാണെന്നുള്ളത് മറ്റൊരു സത്യം. വാ മോളെ, വേഗം. അവൾ തിരക്കുള്ള റോഡ് വണ്ടി നോക്കിക്കൊണ്ട് തന്നെ മുറിച്ചു കടന്നു. മോൾക്ക് ഏതാണ്ട് വേണ്ടെന്ന് പറ, നമുക്ക് ഓർഡർ ചെയ്യാം. വിശാലമായ AC ഹാളിൻ്റെ കോർണറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേബിളിലേക്ക് ദേവി കുഞ്ഞി പെണ്ണിനെയും കൊണ്ടിരുന്നു. വേനൽക്കാലമായതിനാൽ തന്നെ ആൾക്കാർ കൂടുതലായിരുന്നു അതിനുള്ളിൽ. എനിക്ക് ഫ്രൂട്ട് കസ്റ്റേർഡ്, പിന്നെ കേശബാദ ഐസ്ക്രീം വേണമേ. മുമ്പിലിരിക്കുന്ന മെനു കാർഡിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് നിറഞ്ഞു ചിരിച്ചു. മാഡം, ഇവിടെ എന്താ വേണ്ടേ? അപ്പോഴേക്കും ഒരു ബോയ് വന്ന് ഓർഡർ ചോദിക്കാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞ ഐറ്റംസിന് പുറമെ തനിക്കായി ഒരു ചിക്കു മിൽക്ക് ഷേക്ക് കൂടി ദേവിക ഓർഡർ ചെയ്തു. ഓക്കെ മാം, ഒരു 5 മിനിറ്റ് സമയമെടുക്കും. അത്രയും പറഞ്ഞിട്ട് ബോയ് അവിടെ നിന്നും മറ്റൊരു ടേബിളിലേക്ക് നീങ്ങുന്നത് ദേവിക കണ്ടു. സന്തോഷമായോ എൻ്റെ പെണ്ണിന്? എതിരായിട്ടിരിക്കുന്ന തൻ്റെ പൊന്നോമനയുടെ നേർക്ക് നോക്കി അവൾ അപ്പോൾ തിരക്കി. അമ്മ സൂപ്പറല്ലേ? തത്ത ആനന്ദം കൊണ്ട് പരിസരം മറന്നു പൊട്ടിച്ചിരിച്ചു പോയി. മകളുടെ ചിരിയിൽ പങ്കുചേർന്ന് സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തനിക്കടുത്തായി കിടന്ന ഒഴിഞ്ഞ കസേരയിൽ അധികാരത്തോടെ വന്നിരിക്കുന്നവനെ കണ്ട് ദേവിക ഞെട്ടിപ്പോയത്. സുധി. അവളുടെ കണ്ണുകൾ ഒരു സഹായത്തിനായി 4 പാടും തിരഞ്ഞു. കൂടെ പേടിയോടെ തനിക്കരികിൽ ഇരിക്കുന്ന തത്തയെ ചേർത്ത് പിടിക്കാനും ദേവി ആ സമയം മറന്നില്ല. നീയും കുഞ്ഞുമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ ദേവി? പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ എന്നോട് കടുംപിടുത്തം പിടിക്കുന്നേ? ശബ്ദം താഴ്ത്തി പതുക്കെയാണ് സുധി അത് പറയുന്നതെങ്കിലും അവൻ്റെ സംസാരത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണി ദേവികയ്ക്ക് നന്നായി മനസ്സിലായിരുന്നു. അതോടൊപ്പം തന്നെ അവനിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്ന രൂക്ഷമായ മദ്യഗന്ധം ദേവിയെ ഭയപ്പെടുത്തുവാൻ പോകുന്നതായിരുന്നു. പറഞ്ഞത് തന്നെ പിന്നെയും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് പറ്റില്ല. എന്നെ എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ച് നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ? ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് ഇനിയെങ്കിലും വെറുതെ വിട്, എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ. അവൾ അയാളുടെ മുൻപിലിരുന്ന് കെഞ്ചുന്നത് പോലെ സംസാരിച്ചു. കാരണം സുധിയുടെ ഭ്രാന്തനെ പോലെയുള്ള ഭാവവും ഇരിപ്പും സംസാര രീതിയും എല്ലാം അടുത്ത ടേബിളിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവളിൽ നാണക്കേട് നിറച്ചു. അതുമാത്രമല്ല, പേടിച്ച് തൻ്റെ മടിയിൽ ചാടിക്കയറിയിരുന്ന് തോളിൽ മുഖം പൂഴ്ത്തി വിതുമ്പുന്ന പൊന്നോമനയുടെ മുൻപിൽ വെച്ച് കൂടുതൽ ഒച്ചയെടുത്ത് സംസാരിച്ച് അവളെ വീണ്ടും വീണ്ടും പേടിപ്പിക്കുവാനും അവൾ താല്പര്യപ്പെട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ നീ മാത്രം സുഖിച്ചു ജീവിച്ചാൽ മതിയോ എൻ്റെ ദേവി? നിനക്കറിയില്ലേ നിൻ്റെ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്ന്? തന്നെ കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ചാണ് അസഭ്യം പറയുന്നത് എന്നുള്ള സാമാന്യ ബോധം പോലും അപ്പോൾ സുധിക്കുണ്ടായിരുന്നില്ല. അവൾ അവൻ്റെ വായിൽ നിന്നും കേട്ട പുഴുത്ത ചീത്ത കേട്ട് അറപ്പോടെ മുഖം തിരിച്ചു. കൂടെ കുഞ്ഞിൻ്റെ ചെവികൾ രണ്ടും പൊതിഞ്ഞു പിടിക്കാനും അവൻ മറന്നില്ല. അത്രമേൽ ആഭാസത്തോടെയായിരുന്നു അവൻ്റെ വായിൽ നിന്നും വീണ വാക്കുകൾ. ദേവിക്ക് തൻ്റെ ശരീരത്തിൽ കൂടെ പുഴുവരിക്കുന്നത് പോലെ തോന്നിപ്പോയി ആ നേരം. കാവുമ്പാട്ടെ ആണുങ്ങളുടെ കൂടെയുള്ള കിടപ്പ് നിനക്കങ്ങ് സുഖിച്ചു പോയി കാണും അല്ലേടി? എന്നാലും എങ്ങനെ തോന്നിയടി നിനക്ക് പൊന്നുപോലെ നോക്കുന്ന എന്നെ ഇട്ടിട്ട് കണ്ടവൻ്റെ വീട്ടിൽ പോയി അന്തിയുറങ്ങാൻ? അതുവരെ വളരെ ഒച്ച താഴ്ത്തി സംസാരിച്ചു കൊണ്ടിരുന്നവൻ
പൊടുന്നനെ ഉച്ചത്തിൽ അവൾ അലറിക്കൊണ്ട് അവൾക്ക് നേരെ ചീറി. അത്രയും നേരം അടുത്തിരുന്നവർ മാത്രമേ അവരെ നെറ്റി ചുളിച്ച് നോക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ പാർലറിൽ ഇരിക്കുന്ന എല്ലാവരുടെയും നോട്ടം ആ മൂവരിലേക്ക് മാത്രമായി തറഞ്ഞു നിന്നു. ഒരു മുട്ടുസൂചി തറയിൽ വീണാൽ കേൾക്കാൻ പറ്റുന്നത്ര നിശബ്ദത അവിടെ മാകെ പരന്നു. അമ്മേ, നമുക്ക് പോവാം അമ്മേ, മോക്ക് പേടിയാവുന്നു. അവൻ്റെ അലറിച്ച കേട്ടതും പേടിച്ചു വിറച്ച കുഞ്ഞിപ്പെണ്ണ് വലിയ വായിൽ കരയാൻ തുടങ്ങി. പോവാം മോളെ, പേടിക്കണ്ട. തത്തയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ നിസ്സഹായതയോടെ ആ കസേരയിൽ നിന്നും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. എങ്ങനെയെങ്കിലും അയാളുടെ മുൻപിൽ നിന്ന് ഓടി രക്ഷപ്പെടണം എന്ന് മാത്രമേ ദേവി അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്നെ പൊട്ടനാക്കിയിട്ട് നീ പോവാൻ നോക്കണ്ട. ഇന്നത്തോടെ ഇക്കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അവളെയും കുഞ്ഞിനെയും അവിടെ നിന്നും ഒരടി മുന്നോട്ട് നീങ്ങാൻ സമ്മതിക്കാതെ സുധി അവരുടെ മുമ്പിലേക്ക് കയറി ചെന്ന് നിന്നു. അവിടെ ഇരിക്കുന്ന ആളുകൾ അപ്പോഴേക്കും കുശുകുശുപ്പുകൾ തുടങ്ങിയിരുന്നു. ചിലർ അവർക്ക് ചുറ്റും വട്ടം കൂടി നിന്നുകൊണ്ട് കാഴ്ചക്കാരായി നിലയുറപ്പിച്ചു. മറ്റു ചിലരാവട്ടെ അവിടെ നടക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുവാനായിരുന്നു ധൃതി മുഴുവനും. സാർ, ഇവിടെ നിന്നൊരു പ്രശ്നമുണ്ടാക്കാൻ പാടില്ല. ദയവായി നിങ്ങൾ 3 പേരും പുറത്തേക്ക് പോകണം. ഒച്ചപ്പാടും ബഹളവും ഉച്ചത്തിലായതുകൊണ്ട് ആ കടയിലെ 1-2 ബോയ്സ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നിരുന്നു. നീ പോടാ കൊച്ചനെ, ഇവളെൻ്റെ കെട്ടിയോളാ. എനിക്ക് തോന്നുന്ന കാര്യം വിളിച്ചു പോകും. സുധി കാലുകൾ രണ്ടും നിലത്തുറയ്ക്കാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് നിന്നു. സർ, ഇവിടെ വെച്ചൊരു പ്രശ്നമുണ്ടാക്കരുത്. പ്ലീസ് മാഡം, നിങ്ങളെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകുമോ? ആദ്യം സുധിയോട് മാന്യമായിട്ട് പറഞ്ഞതെങ്കിലും പിന്നീട് പാർലർ ബോയ് ദേവികയോട് അഭ്യർത്ഥിച്ചു. നാണക്കേടോടെ അതിലുപരി നിസ്സഹായതയോടെ കുഞ്ഞിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് അവൾ സുധിയെയും കടന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. നിക്കടി മോളെ, എന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ട് നീ എങ്ങോട്ടാടി പോണേ? ഒരു മുഴുത്ത ചീത്ത വിളിച്ചുകൊണ്ട് സുധി അപ്പോഴേക്കും അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. ഒട്ടൊരു ശക്തിയോടെ തന്നെ. വിട്, എന്നെ വിട്. വാവിട്ടലർന്ന കുഞ്ഞിനെയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ കൈയുടെ പിടിവിടുവിക്കുവാൻ ദേവിക കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും അതെല്ലാം വിഫലമായി. നിനക്ക് കാവുമ്പാട്ടെ അവന്മാർക്ക് കിടന്നു കൊടുക്കണം അല്ലേടി? ചീറിക്കൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അവൾക്ക് നേരെ സുധി അടിക്കുവാനായി കൈയോടി. അതും കൂടെ ആയപ്പോഴേക്കും തത്തപ്പെണ്ണ് കരഞ്ഞ് ദേവികയുടെ തോളിലേക്ക് തളർന്നു വീണു. പക്ഷേ ആ നീചൻ്റെ കൈ അവളുടെ ദേഹത്ത് പതിക്കുന്നതിന് മുൻപ് തന്നെ ആരുടെയോ ഇടംകൈക്കുള്ളിൽ സുധിയുടെ വലം കൈ ഞെരിഞ്ഞമർന്നിരുന്നു. ആരടാ പുല്ലേ നീയ്? സ്വന്തം കയ്യിൽ കടന്നു പിടിച്ചവൻ ആരെന്നറിയാൻ വേണ്ടി സുധി മുഖം ചരിച്ചു. നിന്റെ കാലൻ. പൊടുന്നനെ ദേഷ്യത്തോടു കൂടിയ കനമുള്ള ഒരു ശബ്ദം അവിടെ മാകെ മുഴങ്ങിക്കേട്ടു. അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾക്കൊപ്പം ദേവികയുടെ നോട്ടവും ആ ഒരുവനിലേക്ക് നീണ്ടു. സുധിയുടെ കയ്യിൽ കടന്നു പിടിച്ചിരിക്കുന്നവനെ കണ്ടതും അവളിൽ ഒരേ സമയം ആശ്വാസവും ഭയവും തോന്നിപ്പോയി. മഹർഷി. ദേവികയുടെ ചുണ്ടിൽ നിന്നും ആ പേര് ഒട്ടൊരു പേടിയോടുകൂടി പുറത്തേക്ക് തെറിച്ചു. കാവുമ്പാട്ടെ ആണുങ്ങൾക്ക് അമ്മയും പെങ്ങന്മാരും തിരിച്ചറിയാനുള്ള കഴിവുണ്ടടാ മോനെ. സുധിയുടെ കൈ പിടിച്ച് പിന്നിലേക്ക് വളച്ചു പിടിച്ചുകൊണ്ട് പറയുന്നതിനോടൊപ്പം ആദിയുടെ വലം കാലിൻ്റെ മുട്ട് അവൻ്റെ അടിവയറ്റിൽ ഊക്കോടെ പതിച്ചു. അമ്മേ. സുധിയുടെ ശരീരം മുന്നിലേക്ക് വില്ല് പോലെ വളഞ്ഞുപോയി. വേദന കൊണ്ട് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പുറത്തേക്ക് തെറിച്ചു. സ്വന്തം കെട്ടിയോളെയും കൊച്ചിനെയും പെരുവഴിയിൽ ഇറക്കി വെട്ടതും പോരാ, അവൻ്റെ ഒരു വർത്താനം. ആ ദുഷ്ടനെ കുനിച്ചു നിർത്തി വലം കൈകൂട്ടുകൊണ്ട് അവൻ്റെ നടുവിന് മുകളിൽ ഇടതടവില്ലാതെ ശക്തിയോടെ പ്രഹരിച്ചവൻ ഭ്രാന്ത് പിടിച്ചവനെ പോലെ. ഇനിയും മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്നും പുറത്തു വരാത്തവൻ ആദിയുടെ അടി താങ്ങാനാവാതെ അപ്പോഴേക്കും തറയിലേക്ക് കുനിഞ്ഞിരുന്നു പോയിരുന്നു. ഇച്ചിരി ഇല്ലാത്ത കൊച്ചിൻ്റെ അടുത്താണോടാ കോപ്പേ നിന്റെ അണ്ണാക്കിലെ ഷോ കാണിക്കുന്നത്? തറയിലിട്ട് ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ആദ്യം അവനെ ചവിട്ടിക്കൂട്ടിയിട്ടും കൂടെ നിന്നവരിൽ ഒരാൾ പോലും അവനെ മിടിച്ചു മാറ്റുവാൻ തയ്യാറായില്ല. കാരണം കാവുമ്പാട്ടെ മഹർഷിയെ അറിയാവുന്നവർ അതിനു മുതിർന്നില്ല എന്ന് വേണം പറയുവാൻ. ആദി. അപ്പോഴേക്കും ആരോ പറഞ്ഞു കേട്ട് വിവരമറിഞ്ഞ ജിത്ത് അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. ഏതോ ഒരുവനെ എടുത്തിട്ടിടിക്കുന്ന കൂട്ടുകാരനെ കണ്ടപ്പോൾ അവൻ ആദ്യം കാര്യമൊന്നും മനസ്സിലായില്ല. പക്ഷേ കരഞ്ഞുകൊണ്ട് പേടിച്ചു നിൽക്കുന്ന ദേവികയെയും
അവളുടെ തോളിൽ കണ്ണിറുക്കി പിടിച്ചുകൊണ്ട് കിടന്ന് ഭയത്തോടെ വിരുമ്പുന്ന തത്തമ്മയും കൂടി കണ്ടപ്പോഴേക്കും അവിടെ നടന്ന ഏകദേശ കാര്യങ്ങൾ ഊഹിക്കാൻ പറ്റുന്നതായിരുന്നു. എടാ മതിയടാ, ഇനിയും തല്ലി അവൻ ചത്തുപോകും. സുധിയുടെ വായിൽ നിന്നും ചോര പുറത്തേക്ക് വരുന്നെന്ന് കണ്ടതും ജിത്ത് അവനെ പിടിച്ചു മാറ്റാൻ ഒരു ശ്രമം നടത്തി. നീ മാറു ജിത്തേ, ഈ വൃത്തികെട്ടവൻ്റെ വായിൽ നിന്നും വരുന്ന പുഴുത്തതൊക്കെ നീയും കേട്ടിരുന്നെങ്കിൽ ഇവനെ ഇടിക്കുവല്ല, തല്ലിക്കൊല്ലാൻ പറഞ്ഞേനെ നീ. അനങ്ങാതെ ആയത്തിൽ ശ്വാസം വലിച്ചു കിടക്കുന്നവൻ്റെ നെഞ്ചും കൂടിന് മുകളിലേക്ക് ശക്തിയോടെ ഒരു ചവിട്ടും കൂടി കൊടുത്തിട്ട് ആദ്യം അലറി. ആ കൂനിക്കൂടി കിടന്നവൻ കണ്ണു മിഴിച്ചുകൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി. ശേഷം ഉച്ചത്തിൽ 2 വട്ടം ചുമച്ചു. എടാ മതിയാക്കാതി, വേണ്ട, ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. അവൻ മഹർഷിയെ പിന്നിൽ നിന്നും ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു. കാരണം മഹർഷിയുടെ ദേഷ്യത്തെ പെട്ടെന്നൊന്നും തളയ്ക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്ന കാര്യം ജിത്തിന് നല്ലതുപോലെ അറിയാമായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, കൂട്ടുകാരൻ്റെ വാക്കുകളുടെ ശക്തിയോ അതോ ദേവിയുടെ മാറിൽ കിടന്ന് വിതുമ്പുന്ന കുരുന്നിൻ്റെ മുഖത്തെ പേടി കണ്ടിട്ടോ മഹർഷി തൽക്കാലത്തേക്ക് ഒന്നടങ്ങി. അവൻ സുധിയിൽ നിന്നും പിന്നിലേക്ക് 2 അടി മാറി നിന്നു. ഇനി മേല ഇമ്മാതിരി തന്തയില്ലായ്മ തരം കാട്ടിക്കൊണ്ട് ഇതുങ്ങടെ പുറകെ നീ നടന്നെന്ന് ഞാൻ അറിഞ്ഞാൽ. സുധിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ ഭീഷണി മുഴക്കി. സുധി തറയിൽ കിടന്നുകൊണ്ട് പേടിയോടെ അവനെ നോക്കിക്കൊണ്ട് കിടന്നു. ഇനിയും ഒരു അടി കൊള്ളാനാവതില്ല എന്ന രീതിയിൽ. ഒരമ്മയും കുഞ്ഞും ആപത്തിപ്പെടുമ്പോൾ അവരെ രക്ഷിക്കാൻ പോവാതെ ഇമ്മാതിരെ കോപ്പിലെ ഇടപാടിറക്കുന്ന നിന്നെയൊക്കെ ഉണ്ടല്ലോ. സുധിയിൽ നിന്നും തിരിഞ്ഞവൻ പിന്നീട് ചെയ്തത് അവിടെ നടന്ന ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്ന യുവാക്കൾക്ക് നേരെ ഭയങ്കരമായി ദേഷ്യപ്പെട്ടതാണ്. അവൻ്റെ ഒരു കോപ്പിലെ ഫോൺ ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ. ആ ഫോണുകളെല്ലാം അവൻ അവരിൽ നിന്നും ബലമായി പിടിച്ചു വാങ്ങി. എന്നിട്ടും കലി തീരാത്തവൻ അതെല്ലാം തറയിലിട്ട് എറിഞ്ഞു പൊട്ടിച്ചു. ശേഷം തിരിഞ്ഞ് ഷോപ്പിൻ്റെ പുറത്തേക്ക് കാലുകൾ വേഗത്തിൽ നീക്കി. ഇത്രയൊക്കെ നടന്നിട്ടും ആരും ആദിക്ക് നേരെ ഒരു ചെറു വിരൽ പോലും അനക്കിയില്ല. കാരണം കാവുമ്പാട്ടെ മഹർഷിയെ അറിയാവുന്നവർ അവനോട് കൊമ്പ് കോർക്കുവാൻ ധൈര്യപ്പെട്ടില്ല എന്നതാണ് സത്യം. ദേവി വായോ, ഇനി ഇവിടെ നിൽക്കണ്ട, കുഞ്ഞിനെ ഇങ്ങനെ തന്നേക്ക്, ഞാൻ എടുക്കാം. മഹർഷി പോയെന്ന് കണ്ടതും അവളിൽ നിന്നും തത്തയെ ജിത്ത് കയ്യിലേക്ക് വാങ്ങി. തറയിൽ അടികൊണ്ട് കിടക്കുന്ന സുധിയോടുള്ള പേടി കൊണ്ടോ അതോ ജിത്തിനോടുള്ള ഇഷ്ടം കൊണ്ടോ അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് ഏങ്ങലടിച്ചു വിതുമ്പി. എൻ്റെ തത്തമോള് പേടിക്കുന്ന എന്തിനാ, അങ്ങളിങ്ങി വന്നില്ലേ? അവൻ ആ കുരുന്നിനെ വാത്സല്യത്തോടെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. അവർക്ക് പിന്നാലെ തല കുനിച്ചു പിടിച്ചുകൊണ്ട് ദേവികയും. കടയിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും കണ്ടു ജീപ്പിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് വണ്ടി ഇരമ്പിപ്പിക്കുന്ന മഹർഷിയെ. ആളിൻ്റെ നോട്ടം മുന്നോട്ടേക്കാണെങ്കിലും മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വിറച്ചിരുന്നു. ദേവിക കയറിക്കോ, പിൻസീറ്റ് ചൂണ്ടിക്കാട്ടി ജിത്ത് പറഞ്ഞെങ്കിലും മടിയോടെ ആണെങ്കിലും അവൾ അതിനുള്ളിലേക്ക് കയറിയിരുന്നു. ജിത്തങ്കിളെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുന്നവൻ്റെ മടിയിലിരുന്ന തത്ത അപ്പോഴാണ് തൊട്ടടുത്തിരിക്കുന്ന ആദിയെ കാണുന്നത് തന്നെ. അവൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ തെരുപ്പിടിച്ചുകൊണ്ട് ഒട്ടൊരു വിറയലോടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. എങ്കിലും പേടിയോടെ അടുത്തിരിക്കുന്ന മഹർഷിയുടെ നേർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒളിക്കണ്ണിട്ട് നോക്കാനും ആ കുരുന്നു മറന്നില്ല. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്നതുപോലെയായിരുന്നു മഹർഷിയെ കണ്ടപ്പോഴുള്ള കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം. പോവാം. എല്ലാവരും വണ്ടിയിൽ കയറിയെന്ന് കണ്ടതും പതിവ് ഗൗരവത്തോടെ അവൻ ജിത്തിന് നേർക്ക് നോക്കി. പിന്നിലത്തെ സീറ്റിലിരിക്കുന്ന ദേവികയെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ജിത്ത് അവൻ്റെ നേർക്കൊന്ന് മൂളി. ആദിയുടെ വണ്ടി ഒരു മുരൾച്ചയോടെ മുന്നോട്ടേക്ക് നീങ്ങിയതും തത്തയുടെ കുഞ്ഞിക്കൈകൾ ജിത്തിൻ്റെ ഷർട്ടിൽ ഒന്നും കൂടെ മുറുക്ക പിടിച്ചു. തന്നെ നോക്കാതെ പേടിയോടെ ചുരുണ്ടു കൂടിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ടതും ആദിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മടിയിൽ അവൾക്കായി വാങ്ങി വെച്ചിരുന്ന കേസർ ബാദാം ഐസ്ക്രീമിൻ്റെ ഒരു വലിയ ബോക്സ് മഹർഷിയുടെ കയ്യിൽ അപ്പോൾ ഉടക്കി. അങ്കിളേ, തത്ത ഒച്ചയുണ്ടാക്കാതെ ജിത്തിനെ തോണ്ടി വിളിച്ചു. എങ്കിലും പെണ്ണിൻ്റെ നോട്ടം തൊട്ടടുത്തിരുന്ന് വണ്ടി ഓടിക്കുന്നവൻ്റെ നേർക്കായിരുന്നു. എന്താ കുഞ്ഞിയെ? മടിയിലിരിക്കുന്നവളെ ഒന്നും കൂടി കയറ്റിയിരുത്തിയിട്ട് അവൻ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. അവനോട് ചോദിക്കാൻ വന്നത് ചോദിക്കണോ വേണ്ടേ എന്നൊരു ആലോചനയിലായിരുന്നു കുഞ്ഞിപ്പെണ്ണപ്പോൾ. എന്താടി കുറുമ്പി, ഒന്നും ചോദിക്കാനില്ലേ? അവളുടെ മൂക്കിൻ തുമ്പത്ത് തൻ്റെ മൂക്ക് കൊണ്ട് കളിയായി അവൻ ഉരുമ്മിക്കൊടുത്തു. അതേ,
മർഷി, മർഷിയില്ലേ, എന്നെ അടിക്കുമോ? ജിത്തിൻ്റെ ചെവിയോരം അവൾ ഏന്തി വലിഞ്ഞു നിന്നുകൊണ്ട് രഹസ്യമായി ചോദിച്ചു. എന്തിന്? കുഞ്ഞിക്കണ്ണുകളിൽ തെളിഞ്ഞു നിന്ന പേടിയുടെ കാരണം മനസ്സിലായതും അവൻ ആ കുരുന്നിൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. അതെ, അതുണ്ടല്ലോ. അവൾക്ക് ഉള്ളിലുള്ളത് തുറന്നു പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അടുത്തിരിക്കുന്നവനോടുള്ള ഭയം കാരണം തത്ത വീണ്ടും മൗനം പൂണ്ടു. എന്താണേലും പറഞ്ഞോ മുത്തേ, ആരും എൻ്റെ കുഞ്ഞിനെ ഒന്നും പറയില്ല. അവൻ ധൈര്യം പകർന്നുവെങ്കിലും തത്ത സംസാരിക്കുവാൻ കൂട്ടാക്കാതെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തുകയാണ് ചെയ്തത്. ജിത്ത് പിന്നീട് ഒന്നും ചോദിച്ചില്ല. ആദ്യം അരികിലുള്ളപ്പോൾ അവളൊന്നും വിട്ടു പറയില്ല എന്ന് തന്നെ അവൻ ഊഹിച്ചു. എടാ ആദി, കുഞ്ഞിന് വിശക്കുന്നുണ്ടെന്ന്. ഇത്രയും നേരമായില്ലേ, അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താലോ? ജിത്ത് കൂട്ടുകാരനോട് ചോദിച്ചു. അയ്യോ, ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ വീടെത്തില്ലേ, ചെന്ന് കഴിച്ചോളാം. അവൻ ചോദിക്കുന്നത് കേട്ടതും പിന്നിലിരുന്ന ദേവി ചാടിക്കയറി പറഞ്ഞു. അവൾക്കിനിയും അവരെ തങ്ങളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കരുതെന്നുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് സഹായം ചെയ്തു തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, കാവുമ്പാട്ടെ ആണുങ്ങൾക്ക് താൻ കിടക്ക വിരിച്ചു കൊടുക്കുകയാണെന്നുള്ള സുധിയുടെ അവളുടെ മനസ്സിലൂടെ ഒരു ഈർച്ച വാല് പോലെയാണ് കടന്നുപോയത്. ഇത് കഴിക്ക്. പൊതുങ്ങനെ മുഖത്ത് യാതൊരു ഭാവഭേദവും കാട്ടാതെ ആദ്യം അവൻ്റെ മടിയിലിരുന്ന ഐസ്ക്രീമിൻ്റെ ബോക്സ് എടുത്ത് ജിത്തിന് നേരെ നീട്ടി. ആഹാ, കുഞ്ഞിപ്പാറുവിന് ഐസ്ക്രീം വേണോടാ? ആദിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിയിട്ടവൻ അതിൻ്റെ ക്യാപ്പ് തുറന്നു പിടിച്ചു. ഐസ്ക്രീം? തൻ്റെ ഇഷ്ട ഫ്ലേവറായ കേസർ ബാദാം കണ്ടയുടനെ തന്നെ പെണ്ണിൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നുപോയി. ആഹാ, കുഞ്ഞിക്കിതിഷ്ടാണോ? ജിത്ത് തിരക്കി. ഇഷ്ടാ, ഒത്തിരി ഇഷ്ടാ. അവൾ നാവ് പുറത്തേക്കിട്ട് ചുണ്ട് നനച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ കഴിച്ചോ. അവൻ വുഡൻ സ്പൂൺ കൊണ്ട് ആ ഐസ്ക്രീം അല്പാൽപമായി തത്തയുടെ വായിൽ വെച്ചു കൊടുത്തു. പെണ്ണ് ഐസ്ക്രീം പതിയെ പതിയെ ആസ്വദിച്ച് നുണഞ്ഞിറക്കുന്നതും അവളുടെ മുഖത്ത് കുസൃതി ചിരി വിരിയുന്നതുമൊക്കെ ആദി ഒളിക്കണ്ണിട്ട് കാണുന്നുണ്ടായിരുന്നു. അവളെ മടിയിലിരുത്തി ഒന്ന് ഓമനിക്കാൻ അവനപ്പോൾ ആഗ്രഹിച്ചു പോയിരുന്നു. അവൾക്ക് ഐസ്ക്രീം വാരിക്കൊടുക്കുവാൻ അവൻ്റെ മനസ്സ് വല്ലാതെ തുടിച്ചിരുന്നു. ദേവിക. ജിത്തിൻ്റെ ഇത്തിരി ഗൗരവത്തിലുള്ള വിളി കേട്ടാണ് ആദി കുഞ്ഞി പെണ്ണിൽ നിന്നുമുള്ള കണ്ണുകൾ മാറ്റിയത് തന്നെ. പിൻസീറ്റിലിരുന്നവൾ ഒന്ന് മൂളിക്കൊണ്ട് ജിത്തിനെ സംശയത്തോടെ നോക്കി. എന്താ ഇന്ന് സംഭവിച്ചത്? ജിത്ത് വളരെ ശാന്തതയോടു കൂടിയാണ് അവളോട് ചോദിച്ചത്. കാരണം നീലിമയിൽ നിന്നും ദേവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരുവിധം അവൻ അറിയാമായിരുന്നു. കൂടെ ചെല്ലാൻ പറഞ്ഞ എന്നോട് വഴക്കിട്ടത്, പിന്നെ ചീത്തവിളിയായി. ദേവിക അതും പറഞ്ഞിട്ട് മുഖം കുനിച്ചിരുന്നു. അയാൾ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ? അവൻ വീണ്ടും കരുതലോടെ തിരക്കി. കയ്യിൽ കയറി പിടിച്ചു. അടിക്കാൻ വന്നപ്പോഴാണ് ആദിദേവ്, അല്ല ആദിയേട്ടനിടയിൽ കയറി വന്നേ. അവൾ മറ്റൊന്നിങ്ങോട്ടേക്കും നോക്കാതെ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന മഹർഷിയെ നോക്കി ഇത്തിരി മെല്ലിയാണത് പറഞ്ഞത്. പക്ഷേ ആദിയേട്ടൻ എന്ന ആ വിളി അവൻ്റെ മനസ്സിൽ ചെറിയൊരു തണുപ്പ് പടർത്തിയത് മറ്റാർക്കും മനസ്സിലായില്ല എന്നതാണ് സത്യം. ആദിക്ക് പോലും അപ്പോൾ മനസ്സിലായില്ല എന്നത് മറ്റൊരു സത്യം. നന്നായി. ഇനി എവിടെയും ഒറ്റയ്ക്ക് പോയേക്കരുത്. അയാളുടെ ശല്യം ഇനിയും ഉണ്ടാവും. ആട്ടെ, ഡൈവോഴ്സിൻ്റെ കാര്യം എന്തായി? അത് അയച്ചിരുന്നോ? ജിത്ത് വീണ്ടും ചോദ്യങ്ങൾ തുടർന്നു. അതൊക്കെ വിശ്വം സാറ് പറഞ്ഞപ്പോൾ തന്നെ എല്ലാം അയച്ചു കൊടുത്തതാ. അത് കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് സുധി ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നേ. അത് പറയുമ്പോൾ അവളുടെ സംസാരത്തിൽ നിസ്സഹായത ആവോളം നിറഞ്ഞു നിന്നിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരോട് ക്ഷമിച്ചും പുറത്തു വന്ന് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഉപദ്രവമാണെന്നും പറഞ്ഞ് വല്ല കേസും കൊടുക്കണം. ജിത്തിന് ആ നേരം വല്ലാതെ ദേഷ്യം വന്നു. എങ്കിലും അത് അടക്കി പിടിക്കുകയാണ് അവൻ ചെയ്തത്. മറുപടിയായി ദേവിക ഒന്നും മിണ്ടിയില്ല. അവൾ തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് മൗനമായിട്ടിരുന്നു. പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. എന്തായാലും ഇനി 2 മാസത്തേക്ക് സ്കൂൾ അടപ്പല്ലേ. സ്വസ്ഥമായിട്ടിരിക്കുക. ഇനി എന്താണ് വേണ്ടതെന്ന് വിശ്വമംഗലിനോട് നമുക്ക് സംസാരിക്കാം. അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവൻ ആ സംഭാഷണങ്ങൾ അവിടെ അവസാനിപ്പിച്ചു. എങ്കിലും വണ്ടി ചെന്ന് കാവുമ്പാട്ടെ തറവാടിന് മുമ്പിൽ ചെന്ന് നിന്നിരുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് തിന്നാടി കുറുമ്പി. ഐസ്ക്രീമിൻ്റെ ബോക്സ് അടപ്പുകൊണ്ട് അടച്ചിട്ട് ജിത്ത് അവളെ എടുത്തുകൊണ്ട് വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കരുത് കേട്ടോ. തൻ്റെ കൈക്കുള്ളിൽ നിന്ന് ഊർന്നിറങ്ങി താഴെ നിന്നുകൊണ്ട് വീണ്ടും ഐസ്ക്രീമിൻ്റെ പാത്രം തുറക്കാൻ നോക്കുന്നവളെ അവൻ തടഞ്ഞു. പ്ലീസ് അങ്കിളെ.
ചുണ്ടുകൾ പുറത്തേക്ക് കൂർപ്പിച്ചുകൊണ്ട് തത്ത കുഞ്ഞ് കൊഞ്ചി. മോളെ, അങ്കിള് പറയുന്ന കേക്ക്. ഒരുപാട് കഴിച്ചാൽ മോക്ക് കോൾഡ് പിടിക്കൂലേ? പിൻസീറ്റിൽ നിന്നും ഇറങ്ങി വെളിയിലേക്ക് വന്ന ദേവിക കുഞ്ഞിനെ ശാസിച്ചു. അവർ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുറുമ്പി തൽക്കാലത്തേക്ക് പറഞ്ഞത് കേൾക്കാൻ തയ്യാറായി. അപ്പോഴേക്കും മഹർഷി വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ഫ്രൂട്ടി! അവരെ എല്ലാവരെയും കണ്ട് പൊടുന്നനെ ഹാളിൽ നിന്ന് സിറ്റ് ഔട്ടിലേക്ക് ചാടി ഓടി വരുന്ന ഫ്രൂട്ടിയെ കണ്ടതും കയ്യിലിരിക്കുന്ന ഐസ്ക്രീം ബോക്സ് ദേവികയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് തത്ത സന്തോഷത്തോടെ അവൾക്കരികിലേക്ക് പാഞ്ഞു. പക്ഷേ അവൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുൻപേ തന്നെ ഫ്രൂട്ടി ഓടി അവൾക്കരികിലേക്ക് ചെന്ന് പെണ്ണിൻ്റെ ദേഹത്തേക്ക് ചാടി കയറിയിരുന്നു. കുഞ്ഞിപ്പെണ്ണ് ഒന്ന് പിന്നിലേക്ക് വേച്ചു പോയെങ്കിലും അവൾ എങ്ങനെയൊക്കെ ഈ ഫ്രൂട്ടിയെ ഇറുക്കെ പിടിച്ചുകൊണ്ട് വീഴാതെ നിന്നു. അവരുടെ സ്നേഹം കണ്ട് ജിത്തും ദേവികയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഫ്രൂട്ടി, ഞാൻ വന്നല്ലോ. ഇനിയേ അമ്മയ്ക്കേ എപ്പോഴും കളിക്കാവേ. പപ്പി അവളുടെ മുഖത്തേക്ക് നോക്കി എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കിയതും അതിന് തടയിട്ടുകൊണ്ട് തത്ത അവളോടായി സന്തോഷത്തോടെ പറഞ്ഞു, ബൗ ബൗ. അവൾ പറഞ്ഞത് മനസ്സിലായിട്ടോ അതോ കുഞ്ഞിപ്പെണ്ണിൻ്റെ സാമീപ്യം ഇഷ്ടപ്പെട്ടിട്ടോ ഫ്രൂട്ടി അവളുടെ തവളിലേക്ക് മുഖം കയറ്റി വെച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി ചിമ്മി അടയ്ക്കുവാനായി തുടങ്ങി. എൻ്റെ ഫ്രൂട്ടി, ഞാൻ നിനക്കേ ഐസ്ക്രീം കൊണ്ടുവന്നേ. ആ മർച്ചി വാങ്ങിത്തന്നതാ. നിനക്ക് വേണോ? അവൾ കൊഞ്ചലോടെ ചോദിച്ചത് ഇച്ചിരി ഉച്ചത്തിലായിപ്പോയി. പക്ഷേ അത് ചോദിച്ചതിന് ശേഷം മുഖമുയർത്തിയ തത്ത കാണുന്നത് തൻ്റെ അരികിൽ നിൽക്കുന്ന ആദിയായിരുന്നു. അവളൊന്ന് പേടിച്ചു. ഫ്രൂട്ടിയെ കയ്യിൽ നിന്ന് താഴേക്ക് ഇറക്കി വെച്ചു. ശേഷം പിന്നിലേക്ക് കാലുകൾ നീക്കി ദേവികയുടെ ദേഹത്തേക്ക് ചാരി നിന്നു. പക്ഷേ അവളെ വിട്ടു പോകാൻ ഇഷ്ടമില്ല എന്ന വണ്ണം പപ്പിക്കുട്ടി കുഞ്ഞിൻ്റെ കാൽ കീഴിൽ ചെന്ന് നിന്നുകൊണ്ട് അവളെ നോക്കി വാലാട്ടി കുരച്ചു നിന്നു. മോൾക്ക് ഫ്രൂട്ടിയുടെ കൂടെ കളിക്കണോ? ആദി മുൻപിൽ ചെന്ന് ചോദിച്ചിട്ടും തത്ത മറുപടി നൽകാതെ ദേവിയുടെ ചുരിദാർ തുമ്പിൽ തെരുപ്പിടിച്ച് നിന്നതേയുള്ളൂ. കാരണം അവൻ്റെ സാമീപ്യം പെണ്ണിലപ്പോൾ പേടിയോ വിറയലോ ഒക്കെ ഉണർത്തിയിരുന്നു. അതിൻ്റെ ഫലമായി കുഞ്ഞിച്ചുണ്ടുകളൊന്ന് വിറച്ചുപോയി. കണ്ണുകൾ തെരുതെരെ അടഞ്ഞുവെങ്കിലും പെണ്ണിൻ്റെ നോട്ടം തൻ്റെ കാൽമുട്ടിൽ മുഖമിട്ടുരുട്ടുന്ന പപ്പിയുടെ നേർക്കായിരുന്നു എന്ന് മാത്രം. കുരുന്നിൻ്റെ മുഖം മാറുന്നത് കണ്ടിട്ടോ അതോ തന്നെ കാണുമ്പോൾ മാത്രമുള്ള അവളുടെ പേടിയോടെയുള്ള നോട്ടം കണ്ടിട്ടോ മഹർഷിയുടെ മനസ്സപ്പോൾ വല്ലാതെ നൊന്തിരുന്നു. എടുത്തോ. വേദനയിൽ കുതിർന്ന പുഞ്ചിരിയോടെ പൊടുന്നനെ പപ്പിയെ എടുത്ത് ആദ്യം അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഒരിക്കലും മഹർഷിയിൽ നിന്നും അങ്ങനൊരു കാര്യം പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം അത്ഭുതം കൊണ്ട് നിറഞ്ഞു. തത്തമ്മ പതിയെ ആദ്യം മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകളിൽ അതുവരെ നിഴലിച്ച ഒരുതരം ഭയം മാറി. പിന്നീട് അവിടെ ഒരു കൗതുകം രൂപപ്പെട്ടു. എങ്കിലും കുഞ്ഞിപ്പെണ്ണ് അവനോട് സംസാരിക്കുവാനോ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനോ തയ്യാറായില്ല. എന്തിന് അവനെയൊന്ന് നോക്കി ചിരിക്കുവാൻ പോലും കൂട്ടാക്കിയില്ല എന്നതാണ് സത്യം. ഇനി എന്നെ പേടിച്ചിവളെ പാത്ത് വന്നെടുക്കണ്ട കേട്ടോ, കൊണ്ടുപോയിക്കോ. പെണ്ണിൻ്റെ കവിളിൽ ഒന്ന് തൊടുവാനായി കൈ ഉയർത്തിയെങ്കിലും കുഞ്ഞിനത് ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം തോന്നി. നീട്ടിയ കൈ ആദ്യം പിൻവലിക്കുകയാണ് ചെയ്തത്. എങ്കിലും തത്തയെ ഒന്ന് കണ്ണിറയെ നോക്കിക്കണ്ടവൻ ശേഷം അവളിൽ നിന്ന് തിരികെ നടക്കുവാനായി തുടങ്ങി. അതേസമയം ആദിയുടെ ഭാവമാറ്റം ജിത്തിനെയും ദേവികയെയും വല്ലാതെ ആശ്ചര്യപ്പെടുത്തുവാൻ പോന്നതായിരുന്നു. എപ്പോഴും ഗൗരവത്തോടെ നടക്കുന്ന, ആരെയും വകവയ്ക്കാത്ത, ദേഷ്യക്കാരനായ, താന്തോന്നിയായ കാവുമ്പാട്ടെ മഹർഷിയായിരുന്നില്ല അവരപ്പോൾ അവിടെ കണ്ടത്. സ്നേഹവും വാത്സല്യവും കരുണയുമൊക്കെ ആവോളമുള്ള ഒരു ശാന്ത സ്വഭാവക്കാരനായ ആദിയുടെ ഒരു പുതിയ മുഖമാണ് അവർക്ക് കാണാനായത്. എൻ്റെ കുഞ്ഞിപ്പെണ്ണെ, നിൻ്റെ ഒരു കാര്യം ഇപ്പം മനസ്സിലായില്ലേ? നിൻ്റെ മർഷി ഒരു പാവമാണെന്ന്. പപ്പിയെ എടുത്ത് തത്തയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്ന ആദിയെ നോക്കി ജിത്ത് ഒന്ന് നെടുവീർപ്പെട്ടു. ശേഷം കുഞ്ഞിൻ്റെ നുണക്കുഴി കവളിൽ മെല്ലെ വേദനിപ്പിക്കാതെ ഒന്ന് പിച്ചിയെടുത്തവൻ. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് മഹർഷി ഒരു പാവമാണെന്ന്. അപ്പോൾ നിൻ്റെ ഒരു പേടി. നിന്നെ ഇഷ്ടമായിട്ടല്ലേ അവൻ്റെ ഫ്രൂട്ടിയെ അവൻ നിനക്കിപ്പോൾ തന്നത്? കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണുകൾ ആദ്യ പോയ വഴിയിലേക്കാണെന്ന് കണ്ടതും ജിത്ത് വീണ്ടും പറഞ്ഞു തുടങ്ങി. അപ്പോൾ എൻ്റെ അച്ഛയെ തല്ലിയ പോലെ മഹർഷി എന്നെ തല്ലത്തില്ല അല്ലേ? ഒരു ഉറപ്പിനായി പെണ്ണ് വീണ്ടും ചോദിച്ചു.
ഇല്ലല്ലോ പെണ്ണേ. അവളുടെ നെറുകയിലൊന്ന് തഴുകിയിട്ട് ജിത്ത് ഉറപ്പോടെ പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്നെ വഴക്കു പറയുന്ന പോലെ എന്നെ വഴക്കു പറയോ? പെണ്ണിന് വീണ്ടും സംശയം. ഇല്ലല്ലോ. ഇത്തവണ ജിത്ത് അവൾക്ക് മുൻപിലായി മുട്ടുകുത്തിയിരുന്നു ഒരു പുഞ്ചിരിയോടെ. എൻ്റെ അമ്മയെ വഴക്കു പറയോ? കയ്യിലിരുന്ന ഫ്രൂട്ടിയെ എടുത്ത് തോളിലേക്കിട്ടിട്ട് പെണ്ണ് വീണ്ടും കണ്ണുകൾ കുറുക്കിക്കൊണ്ട് തിരക്കി. എടി കുഞ്ഞിപ്പാറോ, നിൻ്റെ അച്ഛ ഇന്ന് നിൻ്റെ അമ്മയെ വഴക്കു പറഞ്ഞപ്പോൾ ആരാ വന്ന് നിൻ്റെ അച്ചായെ വഴക്കു പറഞ്ഞേ? കയ്യിലിരിക്കുന്ന പപ്പിയെ ഒന്ന് തലോടിക്കൊണ്ട് ജിത്ത് അവളോട് ചോദ്യം ചോദിച്ചു. അത് മർഷിയ. അതാലോചിക്കാൻ തത്തയ്ക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല എന്നതാണ് സത്യം. നിൻ്റെ അമ്മയെ നിൻ്റെ അച്ഛ അടിക്കാൻ വന്നപ്പോൾ ആരാ അയാളെ തല്ലി താഴെയിട്ടത്? ജിത്തിൻ്റെ ചോദ്യം വീണ്ടും അവൾക്ക് നേരെ ഉയർന്നു. അതും മർഷിയ. കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുണ്ടുകൾ ഇത്തവണ പുറത്തേക്കുന്തി. നിൻ്റെ അമ്മയും അയാളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാരാ? ഇത്തവണ ജിത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അവൾ നൽകിയില്ല. കാരണം അതും ആദിയാണെന്നുള്ളത് അവൾക്കറിയായിരുന്നു. ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്ത എൻ്റെ ആദി, നിന്നെ എങ്ങനാടി കുഞ്ഞെ കൊല്ലാൻ വരുന്നേ? ഇത്തവണ ജിത്തിൻ്റെ പുരികം മുകളിലേക്കും താഴേക്കും ഉയർന്നു പൊങ്ങി. കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം ഒന്ന് മങ്ങി കുറ്റബോധത്തോടെ. അമ്മേ. അവൾ തൊട്ടു പിന്നിലായി നിന്നിരുന്ന ദേവികയെ സങ്കടത്തോടെ നോക്കി. ദേവി അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാട്ടി. സാരമില്ല എന്ന രീതിയിൽ. മോള് പോയി ഇനി കളിച്ചോ കേട്ടോ. ജിത്ത് അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ എഴുന്നേറ്റതും തത്ത അവളുടെ പപ്പിയെയും കയ്യിലേന്തി വീട്ടിലേക്ക് നടന്നു. ഇനി എങ്ങോട്ടും ഒറ്റയ്ക്കിറങ്ങി പോകണ്ട കേട്ടോ. അത്യാവശ്യമുണ്ടെങ്കിൽ ആരെയും കൂട്ടിയിട്ട് വേണം പോകാൻ. കുഞ്ഞിപ്പെണ്ണ് ഉമ്മറത്തു നിന്നും ഹാളിലേക്ക് കയറുന്നത് നോക്കി നിന്ന ജിത്ത് അടുത്തു നിന്ന് ദേവിയോടായി കരുതലോടെ പറഞ്ഞു. ശരി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അതും പറഞ്ഞിട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. അവളുടെ ഫോൺ നമ്പർ ചോദിച്ചു വാങ്ങി ഫോണിൽ സേവ് ചെയ്തിട്ട് അവൾക്കൊരു മിസ് കോൾ നൽകിക്കൊണ്ട് ചെക്കൻ പറഞ്ഞു. വിളിച്ചോളാം ജിത്തേട്ടാ. ദേവിക അങ്ങനെ പറഞ്ഞതും ജിത്തിൻ്റെ കണ്ണിൽ നീര് പൊടിഞ്ഞത് അവൾ കണ്ടിരുന്നില്ല. അവൻ അതിനെ സമർത്ഥമായി മറച്ചു വെച്ചു എന്നതായിരുന്നു സത്യം. പൊയ്ക്കോട്ടെ, അവൾ ചോദിച്ചു. ശരി. അവനോട് യാത്ര പറഞ്ഞിട്ട് ദേവി ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നു. ഫ്രൂട്ടി, നിനക്ക് വിശക്കുന്നുണ്ടോ? ദേവിക വാരിക്കൊടുക്കുന്ന ചോറ് കഴിക്കുന്നതിനിടയിൽ തൻ്റെ മടിയിൽ കിടക്കുന്ന പപ്പിക്കുട്ടനോടായിട്ട് അവൾ ചോദിച്ചു. കുഞ്ഞിപ്പെണ്ണിൻ്റെ മടിയിൽ സുഖിച്ച് കിടന്നുറങ്ങുന്ന ഫ്രൂട്ടി അവളുടെ ചോദ്യം കേട്ടതും മുഖമുയർത്തി പെണ്ണിനെ ഒന്ന് നോക്കി. ശേഷം അതുപോലെ തന്നെ അവളുടെ മടിയിലേക്ക് വീണ്ടും മുഖം പൊഴുത്തി. എടി ഫ്രൂട്ടി, നിന്നോടാ, വിശക്കുന്നുണ്ടോയെന്ന്. പെണ്ണ് വീണ്ടും അവളോട് കൊഞ്ചലോടെ തിരക്കി. തത്തേ, നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും കഴിക്കില്ല. അവൾക്ക് ഡോഗ് ഫുഡ്സാണ് കൊടുക്കുന്നത്. മകളുടെ പല പ്രാവശ്യത്തെ ചോദ്യം കേട്ടതും അടുത്തിരുന്ന ദേവകി അവൾക്ക് പറഞ്ഞു കൊടുത്തു. അതെയോ അമ്മേ, നമ്മുടെ ഫുഡ് കൊടുത്താൽ എന്താ പറ്റുക? കുഞ്ഞിക്ക് വീണ്ടും സംശയം ഉദിച്ചു. ഒന്നും പറ്റാത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫുഡ് എല്ലാം ഒന്നും അവൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ വയറുവേദനിക്കും. ദേവിക വീണ്ടും കുഞ്ഞുരുള അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഇപ്പോൾ മോക്ക് വിശന്നല്ലോ. അപ്പോൾ ഫ്രൂട്ടിക്ക് ഇപ്പോൾ വിശന്ന് കാണത്തില്ലേ? മടിയിൽ കിടക്കുന്നതിനെ തലോടിക്കൊണ്ട് തത്തപ്പെണ്ണ് സങ്കടപ്പെട്ടു. മോൾ ഇതൂടെ കഴിക്കേ, എന്നിട്ട് അതിനെ കാവുമ്പാട്ടേക്ക് ആക്കിയിട്ട് വാ. ദേവിക പറഞ്ഞുകൊണ്ട് ഒരു ഉരുള കൂടി അവൾക്കായി നീട്ടി. അതും വാങ്ങി കഴിച്ചിട്ട് പെണ്ണ് വെള്ളം കുടിച്ചു. ശേഷം ഫ്രൂട്ടിയെയും എടുത്തുകൊണ്ട് അവൾ കാവുമ്പാട്ടേക്ക് നടന്നു. മുത്തശ്ശി. പടികൾ കയറി ഹാളിലേക്ക് ചെന്നിട്ടും അവൾക്ക് ആരെയും അവിടെ കാണാൻ കഴിഞ്ഞില്ല. നീലു ആൻറ്റി. ഹാളിൽ മുഴുവൻ തിരഞ്ഞിട്ടും ആരെയും കാണാൻ കഴിയാഞ്ഞിട്ടാവാം പെണ്ണ് പതിയെ അടുക്കളയിലേക്ക് നടന്നത്. ഷെടാ, എല്ലാവരും എവിടെ പോയി? അവിടെയും കാണാത്തതിനാൽ തത്ത വീണ്ടും ഹാളിലേക്ക് തന്നെ തിരിച്ചെത്തി. നിനക്ക് വിശക്കുന്നില്ലോടി ഫ്രൂട്ടി? സങ്കടത്തോടെ പെണ്ണവൾ പപ്പിയെയും കൊണ്ട് പടികൾ കയറുവാനായി തുടങ്ങിയപ്പോഴാണ് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന ആദിയെ അവൾ കണ്ടത്. മർഷി. കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുണ്ടുകൾ മെല്ലെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തെരെ പിറുപിറുത്തു. ആദി ഇറങ്ങി വരുന്നത് കണ്ടിട്ടും തൻ്റെ പട്ടിക്കുട്ടിയുമായി അവൾ അങ്ങനെ തന്നെ കുറച്ചു നേരം അനങ്ങാതെ നിന്നതേയുള്ളൂ.
നിന്നിടത്തു നിന്നും അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ തെല്ലും മാറാതെ. പക്ഷേ കുഞ്ഞിനെ അവിടെ കണ്ടതും മഹർഷി ഒട്ടൊരു മടിയോടുകൂടിയാണ് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നത്. കാരണം പതിവ് പോലെ തൻ്റെ തലവട്ടം കാണുമ്പോൾ പേടിച്ചോടിപ്പോകുന്ന കുഞ്ഞ് ഇന്നതിന് വിപരീതമായി നിന്നിടത്ത് തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവനിൽ പൊടുന്നതിന് ഒരമ്പരപ്പുണ്ടായി. അതുമാത്രമല്ല, ഭയത്തോടെ മാത്രം തന്നെ നോക്കുന്ന ആ കുഞ്ഞിക്കണ്ണുകളിൽ ഇന്നെന്തൊക്കെയോ വേറിട്ട ഭാവവുമാണ് താനും. വേർതിരിച്ച് കഴിയാൻ പറ്റാത്ത ഒരു ഭാവം. അത് പേടിയല്ല എന്നത് അവന് മനസ്സിലായിരുന്നു താനും. മഹർഷി സ്റ്റെപ്പ് ഇറങ്ങി തത്തയുടെ അരികിലേക്ക് ചെന്നതും അവൾ പപ്പിയുമായി കോവണിപ്പടിയുടെ അരികിലായി ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അതും കൂടി കണ്ടപ്പോഴേക്കും ആദിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഇവക്കിപ്പോൾ പെട്ടെന്ന് എന്താ സംഭവിച്ചേ? ഞാനിനി ഫ്രൂട്ടിയെ കൊടുത്തത് കൊണ്ടുള്ള ചായ്വാണോ ഇത്? മഹർഷിക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. എന്നെ കാണുമ്പോഴൊക്കെ എന്നെ കൊല്ലല്ലേ എന്നും പറഞ്ഞ് പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്ന കുഞ്ഞിന് ഒരു പപ്പിയെ കളിക്കാനായി കൊടുത്താൽ ഇത്രയൊക്കെ മാറ്റം വരുമോ? അവനൊരു നിമിഷം മറിച്ച് ചിന്തിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല എന്നത് മറ്റൊരു സത്യം. ആ കുരുന്നിൻ്റെ ഉണ്ട കണ്ണുകളിലേക്ക് ആദ്യം ഒരു നിമിഷം വാത്സല്യത്തോടെ നോക്കി നിന്നു. ശേഷം പെണ്ണിനായി ഒരു വിടർന്ന പുഞ്ചിരി സമ്മാനിച്ചു. തിരിച്ചു കിട്ടില്ല എന്ന ഉറപ്പോടെ പപ്പിയുടെ നെറുകയിലൊന്ന് തഴുകിയിട്ട് അവളെയും കടന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആനന്ദം അനുഭവപ്പെട്ടിരുന്നു. തത്തപ്പെണ്ണ് തന്നെ അന്യനായിട്ട് കണ്ടാലും വേണ്ടില്ല, ആ കുഞ്ഞിക്കണ്ണുകളിൽ തന്നെ കാണുമ്പോഴുള്ള പേടി മാത്രം ഉണ്ടാവരുത്. മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ആദിയുടെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേ മർഷി, അല്ല അങ്കിളെ. 2-3 സ്റ്റെപ്പുകൾ മുന്നോട്ടേക്ക് വെച്ചപ്പോഴാണ് ഒരു കുഞ്ഞു കൊഞ്ചൽ പിന്നിൽ നിന്ന് അവൻ കേട്ടത്. ആശ്ചര്യത്തോടെ, അതിലുപരി അത്ഭുതത്തോടെ പൊടുന്നനെ തിരിഞ്ഞ് തത്തയുടെ നേർക്ക് അവൻ കണ്ണുകൾ പായിച്ചു. ഫ്രൂട്ടിയെയും എടുത്തു പിടിച്ചുകൊണ്ട് തൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന തത്തയെയാണ് ആദിക്കപ്പോൾ കാണുവാനായി കഴിഞ്ഞത്. കുഞ്ഞുമുഖം വല്ലാതെ കയറ്റിപ്പിടിച്ചു വെച്ചിട്ടുണ്ട്, ഒരു പാവത്തിനെ പോലെ, അത്രമേൽ ഓമനത്വത്തോടെ. തത്തയിൽ നിന്നുമുള്ള ഇത്തരം സമീപനം അവനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. എന്നെയാണോ എന്ന രീതിയിൽ മഹർഷിയുടെ കണ്ണുകൾ വിശ്വാസം വരാതെ വീണ്ടും ആ കുഞ്ഞുമുഖത്തേക്ക് പാറി നടന്നു. തത്തയവളുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കാട്ടി അതേന്ന് പറയാതെ പറഞ്ഞുകൊണ്ട്. എന്താ മോളെ എന്നും ചോദിച്ച് നിമിഷ നേരം കൊണ്ട് മഹർഷി അവൾക്കരികിലേക്ക് ഓടിപ്പാഞ്ഞു ചെന്നു. ഒരു ലോകം കൈപ്പിടിയിൽ ഒതുക്കിയ സന്തോഷം അപ്പോൾ അവനിൽ കാണാൻ സാധിക്കുമായിരുന്നു. അതേ പപ്പിക്കേ വിശക്കണോന്ന്. നാക്ക് നീട്ടി തൻ്റെ കൈക്കുള്ളിലിരിക്കുന്ന ഫ്രൂട്ടിയെ ഇത്തിരി പൊക്കിക്കാട്ടിക്കൊണ്ടായിരുന്നു പെണ്ണിൻ്റെ സംസാരം മുഴുവനും. അതെയോ? അവനവളുടെ കൊഞ്ചിയുള്ള വർത്താനം കേൾക്കുവാൻ വേണ്ടി ഇത്തിരി കൂടി അരികിലേക്ക് ചെന്ന് നിന്നു. ആദിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നപ്പോൾ ഇവയ്ക്ക് ഇത്തിരി ഫുഡ് കൊടുക്കോ? പേടിയൊന്നും ഇല്ലെങ്കിലും ഇത്തിരി അകലമിട്ടുകൊണ്ട് തന്നെയായിരുന്നു അവൾ അത് ചോദിച്ചത്. അതിനെന്താ മോളെ, ഇപ്പം തന്നെ കൊടുക്കാം കേട്ടോ. അവൻ വെപ്രാളപ്പെട്ടുകൊണ്ട് നേരെ കിച്ചണിലേക്ക് നടന്നു. നിറഞ്ഞു തൂവിയ കണ്ണുകൾ പോലും ഒന്ന് അമർത്തി തുടയ്ക്കാതെ. ആദ്യമായിട്ടാണ് തത്തപ്പെണ്ണ് അവനോടൊരു കാര്യം ഇത്രയും സൗമ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. ഇനി അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൾ തന്നിൽ നിന്ന് ഓടിപ്പോകുമോ എന്ന് പോലും അവൻ ഭയപ്പെട്ടിരുന്നു. നേരെ അടുക്കളയിലേക്ക് ചെന്ന് കബോർഡ് തുറന്ന് പെഡിഗ്രി പാക്കറ്റ് കയ്യിലേക്കെടുത്തവൻ. ശേഷം അത് പപ്പിയുടെ ഡോഗ് ബൗളിലേക്ക് കുടഞ്ഞിട്ടു. അതുമായി വേഗത്തിൽ ഹാളിലേക്ക് നടക്കുമ്പോഴും കുഞ്ഞിൻ്റെ മുഖത്തെ സന്തോഷം കാണുവാനായിരുന്നു അവന് തിടുക്കം മുഴുവനും. ഫ്രൂട്ടി, ഹാളിലെ തറയിലേക്കായി ബൗൾ വെച്ചുകൊണ്ട് തത്തയുടെ കൈക്കുള്ളിൽ പാവത്തിനെ പോലെ ഇരിക്കുന്ന പപ്പിയെ അവൻ മെല്ലെ വിളിച്ചു. ബൗ ബൗ. ഭക്ഷണം കണ്ടതും ഫ്രൂട്ടി അവളുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് കുരച്ചുകൊണ്ട് ചാടി. ശേഷം പാത്രത്തിലുള്ളത് മുഴുവനും കൊതിയോടെ അവൾ തിന്നു തുടങ്ങി. പിടിഗ്രി മുഴുവൻ തിന്നു തീർക്കുന്ന ഫ്രൂട്ടിയെ ഒരാകാംക്ഷയോടെയാണ് തത്ത നോക്കിക്കണ്ടത്. ആ കുഞ്ഞിക്കണ്ണുകൾ ഒട്ടൊരു കൗതുകത്തോൾ വിടർന്നിരുന്നു. ഇനി വെള്ളം കൊടുക്കില്ലേ? ഭക്ഷണം മുഴുവൻ കഴിച്ചു കഴിഞ്ഞിട്ട് അവളുടെ കാലിനരികിൽ ചെന്ന് നിന്ന് മുട്ടിയിരുന്ന പപ്പിയെ ചൂണ്ടിക്കാട്ടി തത്ത വീണ്ടും തിരക്കി. കൊടുക്കണോ? ഇത്തവണ ആദിയിലും കുറുമ്പുണർന്നു. കൊടുക്കാം. അവൻ്റെ മുഖത്തേക്ക് നോക്കി പെണ്ണ് തലയാട്ടി ആംഗ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു. കുഞ്ഞിൻ്റെ വാക്ക് കേട്ടതും
ടേബിളിലിരിക്കുന്ന ബൗളിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തവൻ പപ്പി അത് ആർത്തിയോടെ കുറച്ചു കുടിച്ചു. ശേഷം വീണ്ടും അവളുടെ കാലിനരികിൽ ചെന്ന് നിലയുറപ്പിച്ചു. ഇനി എന്തേലും വേണോ? കുഞ്ഞിനെ നോക്കി അവൻ സ്നേഹത്തോടെ ചോദിച്ചു. വേണ്ട. തൻ്റെ കാൽ കീഴിൽ നിൽക്കുന്ന ഫ്രൂട്ടിയെ വീണ്ടും കയ്യിലേക്കെടുത്തവൾ. എങ്കിൽ വീട്ടിലേക്ക് പൊയ്ക്കോളൂ, ഇവിടെ ആരുമില്ല. മഹർഷി അങ്ങനെ പറഞ്ഞതും തത്ത കുണുങ്ങിക്കൊണ്ട് ഹാളിൽ നിന്നും മുറ്റത്തേക്കിറങ്ങി. അവൾക്ക് പിന്നാലെ മനസ്സ് നിറഞ്ഞു ആദിയും. അവൾ ഗസ്റ്റ് ഹൗസിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്നിടം വരെ ആദ്യം അവളെ തന്നെ നോക്കി നിന്നു. അങ്കിലേ. മുറ്റത്ത് കിടക്കുന്ന ബുള്ളറ്റിനരികിലേക്ക് കയറിയിരുന്നതും വീണ്ടും തത്തയുടെ കൊഞ്ചലയോടെയുള്ള വിളി അവൻ്റെ ചെവിയോരം പതിഞ്ഞു. എന്തേ മോളെ? ചെക്കൻ വണ്ടിയുടെ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് അവളെ വീണ്ടും ഇഷ്ടത്തോടെ തിരിഞ്ഞു നോക്കി. താങ്ക്സ്. ഇത്തവണ ഒരു പുഞ്ചിരി അവനായി കുഞ്ഞിപ്പെണ്ണ് നടക്കി നൽകിയിരുന്നു. ഉഫ്, എൻ്റെ തത്തമ്മേ. ആദിയുടെ വലങ്കൈ അറിയാതെ തന്നെ അവൻ്റെ നെഞ്ചിന് മുകളിൽ മെല്ലെ പതിഞ്ഞു. കുഞ്ഞി പെണ്ണ് ഉമ്മറത്ത് നിന്നും അകത്തേക്ക് ഓടിക്കയറിപ്പോയിട്ടും അവനാ നിൽപ്പ് കുറച്ചു നേരം കൂടെ അവിടെ തന്നെ നിന്നു. കാണുന്നതും അനുഭവിക്കുന്നതുമൊക്കെ സ്വപ്നമോ മിഥ്യയോ എന്ന് വേർതിരിക്കാൻ അവനപ്പോൾ കഴിയുന്നുണ്ടായിരുന്നില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പായുമ്പോഴും കുഞ്ഞിപ്പെണ്ണിൻ്റെ കിളിക്കൊഞ്ചൽ മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. തത്തമ്മ. അവൻ ആ പേര് എത്ര തവണ ഉരുവിട്ടു എന്നത് അവന് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല. സ്റ്റോറി ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് കമൻസ് ബോക്സിൽ ഇട്ടേക്കണേ.